ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2:14 നമുക്ക് വായിക്കാം. തലമുറയുടെ നടുവിൽ നിങ്ങൾ അനന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാ പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 2:14 ഒന്നും കൂടെ വായിക്കാം. വക്രതയും കോട്ടവും ഇല്ലാത്ത തലമുറയുടെ നടുവിൽ കോട്ടവുമുള്ള ഒരു തലമുറയുടെ നടുവിൽ നമ്മൾ എങ്ങനെയായിരിക്കണം? അനന്യരും. നമ്മൾ എന്ത് ചെയ്യണം? അടുത്തൊരു കരം കൊടുത്ത് പറയാം. അനന്യരും പരമാർത്ഥികളും പരമാർത്ഥ ഹൃദയമുള്ളവരും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളുമായിരിപ്പിൻ. അതാണ് ദൈവത്തിന്റെ വചനം നമ്മളെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, ഈ കോട്ടമുള്ള ഈ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ പരമാർത്ഥ ഹൃദയമില്ലാത്ത ആൾക്കാരുടെ ഈ കാലഘട്ടത്തിൽ, പ്രൈസ് ദി ലോർഡ്, നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ നിഷ്കളങ്ക ഹൃദയമുള്ളവരായിരിക്കണം. അടുത്തൊരു കാര്യം, നിഷ്കളങ്ക ഹൃദയം. ഹല്ലേലൂയ. നമുക്ക് നല്ല പരമാർത്ഥ ഹൃദയമുള്ളവരായിരിക്കണം, നിഷ്കളങ്കമായൊരു ഹൃദയം ഉള്ളവരായിരിക്കണം. പ്രാവിനെ പോലെ നിഷ്കളങ്കതയുള്ള പ്രാവിനെ നമുക്കറിയാം അല്ലേ? ആ നല്ല മനോഹരമായ ഒരു പക്ഷിയാണ്. അത് വന്ന് അതിന്റെ പ്രത്യേകത എന്താണ്? അത് ഒരുമിച്ചാണ് വരുന്നത് അല്ലേ? ഒരു വലിയ ഒരു കൂട്ടമായിട്ടാണ് പ്രാവ് എപ്പോഴും സഞ്ചരിക്കുന്നത്. എപ്പോഴും പ്രാവിനെ ഉപമിക്കാൻ കാരണം എന്താണ്? അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്, പറഞ്ഞാൽ തീരാത്ത ഒരുപാട് ഗുണങ്ങളുള്ള ഒരു പക്ഷിയാണ് ഈ പ്രാവ്. അതിന്റെ ഒന്നാമത്തെ കാര്യം നിഷ്കളങ്കമായ ഹൃദയം. ഹല്ലേലൂയ. ദൈവത്തിന്റെ മക്കളായ നമ്മളെ കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത്, നമ്മൾ ദൈവത്തിന്റെ പേരിൽ അറിയപ്പെടുന്നത് കൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ കാപട്യവും വഞ്ചനയും ചതിയും ഒന്നുമില്ലാത്ത, കോട്ടമില്ലാത്ത നിഷ്കളങ്കമായ ഹൃദയമുള്ളവരായി നമ്മൾ മാറണം. ഹല്ലേലൂയ. അതാരാണ് ആഗ്രഹിക്കുന്നത്? ഓരോ അപ്പനും അമ്മയും മക്കളെ കുറിച്ച് എന്തെല്ലാം ആഗ്രഹമുണ്ട് നിങ്ങൾക്കല്ലേ? നിങ്ങളുടെ മക്കളെ കുറിച്ച് എന്തൊക്കെയാണ് ആഗ്രഹിക്കുന്നത് നിങ്ങൾ? നല്ല എൻ്റെ മക്കൾ മറ്റുള്ളവരെ കുറിച്ച് നല്ലത് പറയിപ്പിക്കണം. നാട്ടിൽ, ദേശത്തിൽ, സ്കൂളിൽ, എവിടെയും എൻ്റെ മക്കൾ ഒന്നാമതാകണം, അവർ നല്ലവരാണെന്ന് പറയണം. നിനക്ക് ദൈവം തന്ന നല്ല 2 പിള്ളേരാണെന്ന് നിങ്ങളെ നോക്കി പറയുമ്പോൾ നിങ്ങൾ അഭിമാനിക്കുന്നവരായി മാറും. നിങ്ങളുടെ ഹൃദയം പിടച്ച് വികസിക്കാനിടയാകും. ഹല്ലേലൂയ. എന്നതുപോലെ യേശു കർത്താവ് ആഗ്രഹിക്കുന്നത്, നമ്മളെ കുറിച്ച് ലോകം ഇങ്ങനെ പറയണം, അവർ ദൈവമക്കളാകുന്നു. ഹല്ലേലൂയ. അവർ നിഷ്കളങ്കരാകുന്നു. അവരുടെ ഹൃദയം പരമാർത്ഥതയുള്ള ഹൃദയമുള്ളവരാണ്, അവർ വിശ്വസ്തരാണ്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് പറയുന്നത് കേൾക്കാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. കരങ്ങളെ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അടുത്ത നമുക്ക് വചനം വായിക്കാം. എഫേസ്യർ 2:2. നമ്മൾ എന്തായിരുന്നു? ആദ്യം നമ്മൾ എന്തായിരുന്നു എന്നൊന്ന് 1-2 കാര്യങ്ങൾ. നമ്മൾ ആരായിരുന്നു? എഫേസ്യർ 2:2. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളെ. നമ്മൾ ആരായിരുന്നു എന്നുള്ളതാണ്. നമ്മൾ ആരായിരുന്നു? നമ്മൾ എന്തായിരുന്നു? ആരായിരുന്നു? നമ്മൾ അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു. നമ്മള് ജഡത്തിന്റെ മോഹങ്ങളിൽ നടന്നവരാണ്. 2, അനുസരണക്കേടിന്റെ ആത്മാവ് വ്യാപരിച്ച് ആൾക്കാരാണ്. കാരണം അനുസരണക്കേടിന്റെ ആത്മാവ് ആർക്കാ ഉള്ളത്? ആരാണ് അനുസരണക്കേട് ആദ്യം ഈ ലോകത്ത് കാണിച്ചത്? ആദാമോ അവ്വേ? അതിനു മുമ്പ് ഈ ആദാമും അവ്വയും അനുസരണക്കേട് കാണിക്കാൻ കാരണം ആരാണ്? വേറൊരു പാർട്ടി വന്ന് അനുസരണക്കേടിന്റെ അപ്പൻ വന്ന് അനുസരണക്കേട് പഠിപ്പിച്ചിട്ടല്ലേ? അതായിരുന്നു ലൂസിഫർ. ഹല്ലേലൂയ. ലൂസിഫറിനെ വെട്ടി താഴെയിട്ട് എന്താണ്? അയാൾക്ക് ഒരൊറ്റ കാര്യം മാത്രമേ അറിയാവൂ. എന്താണ്? കർത്താവ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോവുക. ഹല്ലേലൂയ. അനുസരണക്കേട് ഈ ലോകത്ത് കൊണ്ടുവന്നത് ആരാണ്? ലൂസിഫർ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ആ ലൂസിഫറിന്റെ മക്കളായിരുന്നു നമ്മളെല്ലാവരും അല്ലേ? എല്ലാവരും പറഞ്ഞേട്ടെ, നമ്മൾ ലൂസിഫറിന്റെ മക്കളായിരുന്നു. ഹല്ലേലൂയ. പക്ഷേ ഇപ്പൊ നമ്മൾ അഡ്രസ് മാറി.
ഹല്ലേലൂയ. ഇപ്പൊ നമ്മൾ ലൂസിഫറിന്റെ സ്വഭാവമുള്ളവരല്ല. അവന്റെ സ്വഭാവമാണ് അനുസരണക്കേടെന്ന് പറയുന്നത്, അവന്റെ സ്വഭാവമാണ്. ഹല്ലേലൂയ. പക്ഷേ ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങൾ അങ്ങനെയുള്ളവരായിരുന്നു. ഒരിക്കൽ നിങ്ങളായിരുന്നു, അങ്ങനെ ആയിരുന്നു. നമ്മളെല്ലാവരും അനുസരണക്കേടിന്റെ ആത്മാവുള്ളവരും അങ്ങനെ ജീവിച്ചവരും ജഡത്തിൽ സന്തോഷിച്ചവരുമാകുന്നു. ജഡീകമായ കാര്യങ്ങളായിരുന്നു നമ്മളെ സന്തോഷിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ അഡ്രസ് മാറി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്കറിയാം, നമ്മുടെ യോനയുടെ പുസ്തകം നമുക്ക് എടുത്ത 1-ാമത്തെ അധ്യായം എന്ന് വായിച്ച് യോന, പ്രൈസ് ദി ലോർഡ്. അമിത്തായിയുടെ മകനായ യോനയ്ക്ക് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായത് എന്തെന്നാ, നീ പുറപ്പെട്ട് മഹാനഗരമായ നിനവയിലേക്ക് ചെന്ന് അതിന് വിരോധമായി പ്രസംഗിക്ക. അവരുടെ ദുഷ്ടത എന്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. എന്നാൽ യോന യഹോവയുടെ സന്നിധിയിൽ നിന്ന് തർശീശിലേക്ക് ഓടിപ്പോയി. നിനവയിലോട്ട് പോകാൻ പറഞ്ഞപ്പോ യോന എവിടെ പോയി? തർശീശ്. അതാ അല്ലേ, നിനവയിലോട്ട് എന്ത് പറഞ്ഞു? ദൈവത്തിന്റെ പരിശുദ്ധാത്മാ പറഞ്ഞു, പിന്നെ യോനയോട് പറഞ്ഞു, യോനെ, നീ നിനവയിൽ ചെന്ന് ഞാൻ എന്താ പറയാൻ പറഞ്ഞത്? സാധാരണ പ്രവചനമല്ല യോനയോട് പറയാൻ പറഞ്ഞത്. എന്താണ്? വിരോധമായി. കർത്താവ് അങ്ങനെ പറയൂ? ആര് പറഞ്ഞു പറയൂലെന്ന്? കർത്താവ് പറഞ്ഞാലും മാനസാന്തരപ്പെടുന്ന ആളാണ്. കർത്താവ് പറയേണ്ടി വരുന്നത് പാപം നിമിത്തം ശാപയോഗ്യരായ ആൾക്കാർ വരുമ്പോൾ ദൈവത്തിന് കോപം ജ്വലിച്ചിട്ട് ദൈവത്തിന്റെ ഒറിജിനൽ സ്വഭാവം ഞാൻ വേണം. കാരണം ദൈവത്തിന് ഒരിക്കലും അശുദ്ധിയിൽ വസിക്കാൻ പറ്റത്തില്ല, പാപത്തിൽ വസിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിന് ഒരിക്കലും അനീതി കണ്ടിട്ട് കാണാതെ ഇരിക്കാൻ പറ്റത്തില്ല. അതാണ് ദൈവത്തിന്റെ സ്വഭാവം. ദൈവത്തിന്റെ ഒന്നാമത്തെ സ്വഭാവം അനീതിയും പാപവും കണ്ടിട്ട് മിണ്ടാതിരിക്കുന്ന ആളല്ല ഈ ദൈവം. ഹല്ലേലൂയ. അപ്പോൾ ഒരുപാട് ക്ഷമിച്ച് അവസാനം പിന്നെ കൊല്ലുന്നതിന് മുമ്പ്, നശിപ്പിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്തു? ഒരു പ്രവാചകനോട് പറയുകയാണ്, നീ ചെന്ന് നിനവയോട് ഒരു വലിയ ദൂത് പറയണം. നിനക്ക് വരാൻ പോകുന്ന, ആ നിനവയ്ക്ക് വരാൻ പോകുന്ന വലിയൊരു അനർത്ഥം എന്താ പറയുക? അതാണ് ദൈവത്തിന്റെ ഒരു സ്റ്റാൻഡേർഡ്. അതാണ് ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ്. എപ്പോഴും നോക്കണം, നമ്മുടെ ദൈവം നേരെ വന്ന് ഒന്നും പറയാതെ വെട്ടി കൊല്ലുന്നവനല്ല. ഹല്ലേലൂയ. നമ്മുടെ ദൈവം ഒന്നും പറയാം, നമുക്ക് ഇൻഫർമേഷൻ തരാതെ, നമുക്ക് ആലോചന പറയാതെ, നമ്മളെ അറിയിക്കാതെ നമ്മളെ നേരെ ഐശ്വര്യ കയറ്റുന്ന ഒരു ദൈവം അല്ല. ഹല്ലേലൂയ. നമുക്ക് എന്തെങ്കിലും ഒരു അനർത്ഥം വരുന്നതിന് മുമ്പ് തന്നെ ദൈവം തൻ്റെ പ്രവാചകന്മാരെ അയച്ച് നമ്മളോട് പറയും. മുന്നറിയിപ്പ് തരുന്നൊരു ദൈവം. എല്ലാവരും പറഞ്ഞാട്ടെ, മുന്നറിയിപ്പ് തരുന്നൊരു ദൈവം. നീ അങ്ങോട്ട് പോകരുത്, അത് വേണ്ട, അത് ചെയ്യരുത്, ഈ വിവാഹം വേണ്ട, ഈ യാത്ര വേണ്ട, ഈ വീട് വാങ്ങിക്കണ്ട, ഈ സ്ഥലം വേണ്ട, ഇത് വേണ്ട. ഇതൊക്കെ ഹല്ലേലൂയ നിങ്ങളോട് അല്ലെങ്കിൽ ജനത്തിനോട് പറഞ്ഞിട്ട് പ്രവാചകന്മാർക്ക് എന്തെങ്കിലും ഫലമുണ്ടോ? ഒരു കാര്യമില്ല. എന്നാൽ ദൈവം അറിയിച്ചിട്ട് ദൈവത്തിന്റെ പ്രവാചകന്മാർ നമുക്ക് തരുന്ന ചില മുന്നറിയിപ്പുകളുണ്ട്. ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ ഒരു സ്റ്റാൻഡേർഡാണ്. നിങ്ങളെക്കുറിച്ച് പിശാചിന് ഇങ്ങനെ ഒരു പദ്ധതി ഉണ്ട്. നിന്റെ ലൈഫിൽ ഇങ്ങനെ ചില വിഷയങ്ങൾ വരുന്നതായിട്ട് ഞാൻ കാണുന്നു. പക്ഷേ പ്രാർത്ഥിക്കാം, അത് വരത്തില്ല. ഒരു അനർത്ഥം വരുന്നതിന് മുമ്പ്, അതാണ് ലോത്തിന്റെ ലൈഫിൽ ഒരു അനർത്ഥം വരുന്നതിന് മുമ്പ് ദൈവത്തിന്റെ ദൂതന്മാർ പ്രാർത്ഥന വീരനായ നീതിമാനായ അബ്രഹാമിന്റെ മുമ്പിൽ വന്ന് ഇതാ ഒരു അനർത്ഥം വരാൻ പോവുകയാണ് എന്ന് അറിയിച്ചപ്പോൾ അബ്രഹാം അതിനുവേണ്ടി അടിസ്ഥാനപരമായി പ്രാർത്ഥിച്ച് ഇടിവിൽ നിന്നപ്പോൾ ആ അനർത്ഥം മാറിപ്പോയതുപോലെ ഇന്ന് ഇതിനകത്ത് നിന്നെ ദൈവം വിളിച്ചിരിക്കുന്നത്, ശുശ്രൂഷകനായി വിളിച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? അനവധി ആൾക്കാർക്ക് വരാൻ പോകുന്ന അനർത്ഥത്തെ കുറിച്ച് എനിക്ക് നിന്നോട് പറയാനുണ്ട്. അത് നീ തിരിച്ച് ഓടിച്ചെന്ന് പറയണം. നിന്നെ ലീഡറായി ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് അനേകരെ നേർവഴി കാണിക്കുവാൻ, അനേകരുടെ ജീവിതത്തിൽ പിശാചിട്ടിരിക്കുന്ന ചില പൈശാചികമായ ഗൂഢാലോചനകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവന്ന് വിടുവിപ്പാൻ എൻ്റെ ദൈവം ആഗ്രഹിക്കുക. അപ്പോൾ ഒരു മുന്നറിയിപ്പ് തരുന്ന ഒരു ദൈവം. എല്ലാവരും പറഞ്ഞാട്ടെ, എന്നോട് ദൈവത്തിന് സ്നേഹമുണ്ട്. ഹല്ലേലൂയ. നിങ്ങളെ ദൈവം എത്ര ഭയങ്കരമായി സ്നേഹിക്കുന്ന അറിയാമോ? എന്നാൽ ഷൈനല്ലേ, മറ്റേ ഷെറിന്റെ ചേട്ടൻ, ഷൈന് വന്നപ്പോ ഒരു പാട്ട് പാടിയല്ലോ. എന്താണ്? എന്താ പറയണ്ടല്ലേ, എന്താ പറയാ, എന്നാ ഇപ്പൊ ചെയ്യ, കൃപയെന്നല്ലാതെ എന്നാ പറയാനാ. ഹല്ലേലൂയ. കാരണം എന്താ? അതാണ് ദൈവത്തിന്റെ സ്വഭാവം. നമ്മളെല്ലാം നോക്കി ദൈവം പറഞ്ഞു, എന്തോ പറയാനാ, താഴെ നിൽക്കുക, ഉടുത്തൊരുങ്ങി നിൽക്കുക,
നിന്നെ ഞാൻ എടുത്ത്, അതാണ് നമ്മുടെയൊക്കെ അനുഭവം, അതാണ് ആ പാട്ട്. ഹല്ലേലൂയ. എന്നാ പറയാനാ, എന്തോ പറയാനാ, എന്താ ചെയ്യാനാ, കൃപയെന്നല്ലാതെ. ഹല്ലേലൂയ. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഒരു സംഭവം, നമ്മളൊക്കെ ദൈവത്തിന്റെ കൃപയിൽ അങ്ങ് ജീവിക്കുന്നവരാ. ഈ കൃപയല്ലാതെ ഒന്നും നമുക്കില്ല. അപ്പൊ ഈ യോനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. യോനയുണ്ടല്ലോ സാധാരണ പ്രവാചകനെ പോലെയല്ല. ഹല്ലേലൂയ. യോന ഒരല്പം കടന്ന് ചിന്തിക്കുന്നവരാ. എന്താണെന്നറിയാമോ? യോനയോട് വിരോധമായ ആ ദേശത്തെ കുറിച്ച് പ്രസംഗിക്കാൻ പറഞ്ഞ ദൈവത്തിന്റെ സ്വഭാവം നന്നായിട്ട് അറിയാം. ഹല്ലേലൂയ. യോന പറഞ്ഞു, ഞാൻ അവിടെ പോകും, ഞാൻ തൊണ്ട പൊട്ടി കിടന്ന് അലറും, ഞാൻ ബഹളം വയ്ക്കും, നീയൊക്കെ മാനസാന്തരപ്പെട്ടില്ലേ വെട്ടും കുത്തും എന്നൊക്കെ പറയും. പക്ഷേ എൻ്റെ ദൈവം അങ്ങനെയാണ്. കർത്താവേ, എനിക്കറിയാം, ആരെങ്കിലും ഒന്ന് കരഞ്ഞാൽ നിന്റെ സ്വഭാവം മാറും. ഹല്ലേലൂയ. ഈ പാപം ചെയ്ത് അനീതി ചെയ്ത് ശാപം പിടിച്ചിടക്കുന്ന ഇവര് പെട്ടെന്ന് എല്ലാവരും കൂടെ ചേർന്ന് ഒരൊറ്റ പ്രാർത്ഥന ഒരു ഉപവാസവും പ്രഖ്യാപിച്ചാൽ, എനിക്കറിയാം കർത്താവേ, ഞാൻ പറഞ്ഞ പ്രവചനമൊന്നും നടക്കത്തുമില്ല, ഞാൻ നാണംകെടുകയും ചെയ്യും, ഞാൻ കള്ളപ്രവാചകനാവുകയും ചെയ്യും, നീ അവരുടെ മുമ്പിൽ നല്ലവനുമാകും. ഹല്ലേലൂയ. കാരണം അതാണ് നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത. എത്ര പേർക്ക് മനസ്സിലായി? പഴയ നിയമത്തിന് മാത്രം, പുതിയ നിയമത്തിൽ മാത്രമല്ല, പഴയതിൽ എല്ലാത്തിനും നമ്മുടെ ദൈവത്തിന്റെ സ്വഭാവം ഇതാണ്. നീ ഒന്ന് ചെറുതായിട്ടൊന്ന് കരഞ്ഞു നോക്ക്. ഹല്ലേലൂയ. ഒരു രാജാവിനോട് പിന്നെ ഒരു പ്രവാചകൻ ചെന്ന് നീ മരിച്ചു പോകുമെന്ന് പറഞ്ഞപ്പോൾ ആ രാജാവ് ചുവരിനോട് അങ്ങോട്ട് എന്ത് ചെയ്തു? തിരിഞ്ഞു കിടന്ന് ഒരൊറ്റ കരച്ചില്. ഹല്ലേലൂയ. ആ ഒരൊറ്റ കരച്ചിലോടുകൂടി രാജാവിന് 15 വർഷം നീട്ടിക്കൊടുത്തു. നമ്മുടെ ദൈവം എന്ന് പറഞ്ഞാൽ, നീ ഒന്ന് കരഞ്ഞാൽ, നിന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് വന്നാൽ, കർത്താവേ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞാൽ, വചനം പറയുന്നു, ഏത് കടും ചുവപ്പ് നിറമുള്ള പാപത്തെയും ഹിമം പോലെ വെളുപ്പിക്കുന്ന ഒരു ജീവിക്കുന്ന ദൈവത്തിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ദൈവത്തെ അറിഞ്ഞ ഈ പ്രവാചകൻ പറയുകയാണ്, നിനവേക്ക് ഞാൻ പോകത്തില്ല. ഹല്ലേലൂയ. അപ്പൊ അനുസരണക്കേട് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമല്ല. ഹല്ലേലൂയ. എന്ത് ചെയ്തു? ഒരു കപ്പലിനകത്ത് കയറി, വായിച്ചോ, ഒരു ചാടി കയറി, ഒരു ഉല്ലാസ കപ്പലും, അത് സാധാരണ കപ്പലല്ല. എന്താണ്? അതിനകത്ത് പാട്ടും ഡാൻസും അഭ്യാസ പ്രകടനമൊക്കെ നടത്താൻ പറ്റിയ നല്ല ഒരു കപ്പല്. അനുസരണക്കേടിന്റെ മക്കൾ ആദ്യം കയറുന്ന എപ്പോഴും ഉല്ലാസത്തിൻ്റെയൊക്കെ അകത്തായിരിക്കും. അവരെ അടയാളം അതാണ്. എവിടെയാണോ സാഹചര്യം കിട്ടുന്നത്, എന്ത് ചെയ്യാം? യോന പ്രവാചകനൊക്കെയാണ്, ശുശ്രൂഷകനൊക്കെയാണ്. ചാൻസ് കിട്ടിയപ്പോൾ എന്ത് ചെയ്തു? ഹല്ലേലൂയ. ഉല്ലാസ കപ്പൽ ചാടി കയറി. അതിനകത്ത് ചീട്ടുകളിയുണ്ട്, മദ്യപാനമുണ്ട്, ഡാൻസ് ഉണ്ട്, അപ്പം ഇറങ്ങിയ പുതിയ ചില പാട്ടുകളും ഉണ്ട് ഡാൻസ് കളിക്കാൻ. ഹല്ലേലൂയ. ചൂടപ്പം പോലെ ഉള്ള പിന്നെ ബ്രാക്ക് ഡാൻസ് ഉണ്ട്. ഹല്ലേലൂയ. അല്ല, മൈക്കിൾ ജാൻസൺ പോലും എന്ത് ചെയ്യും? ലജ്ജിച്ച് തലതാഴ്ത്തി പോകുന്ന, ഡാൻസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു ഉല്ലാസ കപ്പൽ. ഹല്ലേലൂയ. അപ്പൊ അതിനകത്തോട്ട് അങ്ങ് കയറി. വായിച്ചോ. തർശീശിലേക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ട്. അതാണ് നിനവേലോട്ട് പോകാനുള്ളവൻ. എവിടെ പോകാനുള്ളത്? നിത്യതയിലോട്ട് പോകാൻ നല്ല അലങ്കാര വസ്ത്രമണിഞ്ഞ് അഭിഷേകം ചെയ്ത് കൃപാവരത്തോടെ നിറച്ച് ദർശനം, വാ തുറന്ന പ്രവചനം, ദൂത്, ദർശനം, വെളിപ്പാട്, അന്യഭാഷ, ഇതൊക്കെ കേട്ട് പിശാച് അലറി വിളിച്ചോണ്ടിരുന്നപ്പോൾ അടുത്ത 5-ാമത്തെ സെക്കൻഡിൽ പിശാചിനും അവരും കൂടെ ഒരുമിച്ച് കൈകോർത്ത് ഡാൻസ് ചെയ്തത്. മനസ്സിലായി? അപ്പോൾ പിശാചിന് ഭയങ്കര പാതാളം സന്തോഷിച്ച സമയം ഏതാണെന്ന് അറിയാമോ? യോന ഉല്ലാസക്കപ്പലിൽ കയറി. കാരണം പിശാച് പേടിച്ച് വിറച്ചിരുന്നതാണ്. ഇപ്പോതാ ഒരുത്തം വരും, അവൻ നാക്ക് വാ തുറന്ന് അവൻ തീ പോലെ പ്രവചിക്കുന്നവനാണ്, അവൻ മുഖം നോക്കാതെ പ്രവചിക്കുന്നവനാണ്. പക്ഷേ പിശാച് പറയാ, ഇതെല്ലാവനും ഇതാണ്. സാഹചര്യം കിട്ടിയാൽ എന്ത് ചെയ്യും? ഒരു ഉല്ലാസ കപ്പൽ കണ്ടാൽ മതി, അപ്പൊ തന്നെ ടിക്കറ്റ് എടുത്ത് അതിനകത്ത് കയറും. ഹല്ലേലൂയ. അപ്പൊ യോനയ്ക്ക് എന്താ സംഭവിച്ചത്? ഹല്ലേലൂയ, സ്തോത്രം. യോനയുടെ ലൈഫിൽ എന്ത് ചെയ്യുവാൻ? മുൻവിധി. എന്താണ്? മുൻവിധി. ഹല്ലേലൂയ. ദൈവത്തെ നമ്മൾ ഒരിക്കലും മുൻവിധിയോടെ കാണരുത്. ദൈവ വേലയെ നമ്മൾ മുൻവിധിയോടെ കാണരുത്. ദൈവിക ശുശ്രൂഷകളെ നമ്മൾ മുൻവിധിയോടെ കാണരുത്. നമ്മുടെ ജോലി എന്താ? നമ്മുടെ ജോലി എന്താ? നമ്മുടെ ജോലി എന്താ? പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ വിളിച്ചിരുത്തി ബൈബിൾ ക്ലാസ് എടുക്കുന്നതല്ല നമ്മുടെ ജോലി. ഹല്ലേലൂയ. ദൈവത്തിന് ബൈബിൾ ക്ലാസ് എടുത്ത ഒരുപാട് പേര് വേദപുസ്തകത്തിലുണ്ട്. ആരാണ്? ഒരു അനന്യാസ് ഉണ്ട്. അനന്യാസിനോട് ദൈവം പറഞ്ഞു, പൗലോസ്, ശൗൽ എന്ന് പറയുന്ന ഒരുത്തൻ വരും, അവന്റെ തലയിൽ നീ കൈവയ്ക്കുക. ദൈവം പറഞ്ഞ ചെല്ലുക, കൈവയ്ക്കുക, പരിപാടി തീർന്നു. പക്ഷെ അനന്യാസ് അവിടെ ഇരുന്നിട്ട് ജസ്റ്റ് ഒരു 5 മിനിറ്റ്, ഞാൻ കർത്താവേ ഈ പൗലോസ് ആരാണെന്ന് ഞാൻ പറഞ്ഞുതരാം.
ദൈവത്തിനോട് പറയണം. മണ്ടനല്ല, ലോകത്തിലെ നമ്പർ 1 മണ്ടനല്ലേ അനനിയാസ്? ദൈവം സൃഷ്ടിച്ച് ദൈവം ഈ ലെവലാക്കി കൊണ്ടുവന്ന് അവൻ്റെ 3 ദിവസം അവൻ കണ്ണുമെല്ലാം റെഡിയാക്കി പിന്നെ ഈ തലയിൽ കൈവയ്ക്കുമ്പോൾ, അപ്പോൾ തലയിൽ അഭിഷിക്തന്മാർ കൈവച്ചാൽ ഇപ്പോൾ അഭിഷിക്തന്മാർ ആരെന്ന് വെളിപ്പെടുത്താനാണ് പൗലോസിന്റെ മുമ്പിൽ ഈ കണ്ണൊക്കെ അടപ്പിച്ച് റെഡിയാക്കി കൊണ്ടുവരിക. അപ്പോഴാണ് ദൈവത്തിന് അങ്ങോട്ട് ബൈബിൾ കോളേജിൽ ക്ലാസ് എടുക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവമേ, ആരായി ശൗലെന്ന് അറിയാമോ എന്ന് ദൈവം പറഞ്ഞു. ഞാൻ പറഞ്ഞത് നീ കേട്ടാ മതി. ഹല്ലേലൂയ. നീ കൂടുതൽ എന്നെ ഇങ്ങോട്ടൊന്നും പഠിപ്പിക്കണ്ട, ഞാൻ പറഞ്ഞത് നീ കേട്ടോ. നിന്റെ ജോലി ഇതാ, നീ ജനിച്ചതേ ആകെ ഒരു കൈവപ്പിനാ. ഹല്ലേലൂയ. ഈ കൈവപ്പ് കഴിഞ്ഞാൽ നിന്റെ പരിപാടി തീർന്നു, നിന്റെ ശുശ്രൂഷ തീർന്നു. അത് മാത്രം, ഇത് ഏറ്റവും വലിയ കൈവപ്പാ. 1000 പേർക്ക് കൈവയ്ക്കുന്നതിനേക്കാൾ വലുതാണ് ഒരു വലിയ അഭിഷിക്തനായ പൗലോസിന് കൈവപ്പ്. കാരണം അനന്യാസ് എന്ന് പറയുന്ന തലതൊട്ടപ്പന്റെ കൈവപ്പിലൂടെ ലോകത്തെ കീഴ്മേൽ മറിക്കുന്ന ഒരു അപ്പോസ്തലൻ എഴുന്നേറ്റു. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം ഒരുപാട് സ്നാനപ്പെടുത്തുന്നതല്ല, ഒരുപാട് പ്രസംഗിക്കുന്നതല്ല, ആയിരങ്ങളുടെ തലയിൽ കൈവയ്ക്കുന്നതിലല്ല, ഒരൊറ്റ കൈവപ്പിൽ ഒരു പൗലോസ് എഴുന്നേക്കണം. ഒരു പത്രോസ് എഴുന്നേക്കണം. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ശുശ്രൂഷ എത്ര വർഷം ചെയ്തെന്നല്ല, നമ്മുടെ ശുശ്രൂഷയിലൂടെ ചിലർ എഴുന്നേക്കണം. ഹല്ലേലൂയ. അത് അനുസരണം, ഒന്നാമത് അടുത്തിന് പറഞ്ഞ അനുസരണം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. നേരെ എന്ത് ചെയ്തു ഇവര്? പിന്നെ യോന എന്ത് ചെയ്യുക? യോന പറയുകയാണ്, ദൈവത്തിന് അങ്ങോട്ട് ടീച്ചിങ് കൊടുക്കുകയാണ്. കർത്താവേ, നീ അങ്ങനെ പലതും പറയും, പക്ഷെ എന്നെ കിട്ടത്തില്ല. ഞാൻ അവിടെ ചെന്ന് കിടന്ന് പ്രസംഗിച്ച് ഉപദേശിച്ച് ഞാൻ അത് വരും ഇത് വരും, വെള്ളപ്പൊക്കം വരുമെന്നൊക്കെ പറയും, അവസാനം ഇതൊന്നും വരത്തുമില്ല. അങ്ങ് മാനസാന്തരപ്പെടും. ഹല്ലേലൂയ. എന്നിട്ട് നേരെ ഈ ഉല്ലാസ കപ്പലിനകത്ത് കയറി. ഹല്ലേലൂയ. അനുസരണമില്ലാത്തവൻ, ദൈവത്തിന്റെ വിളി കേട്ടിട്ടും ദൈവവേലയ്ക്കൊരു വിളി ഉണ്ടായിട്ടും അങ്ങനെ അതിനുവേണ്ടി താല്പര്യമായി അത് വിട്ടുകൊടുക്കാതെ അവനവന്റെ ഇഷ്ടത്തിന് നടക്കുന്ന വ്യക്തിയാണ് നീയെങ്കിൽ, ഞാൻ പറയട്ടെ, നീ ചെന്ന് എവിടെ കയറിയാലും അവിടെ ഒരു പെരുങ്കാറ്റടിക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എത്രയോ പേരുണ്ടെന്നാ ദൈവവിളി കേട്ടവര്, അവര് എവിടെയെങ്കിലും ചെന്ന് നിൽക്കും. ദൈവവിളി ഉണ്ടായിരിക്കും, പക്ഷേ പൂർണ്ണമായി വിട്ടുകൊടുക്കാൻ വയ്യ, പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കാൻ വയ്യ. ദൈവവിളിയെ പുച്ഛമായി കാണുന്നവരുണ്ട്, തുച്ഛമായി കാണുന്നവരുണ്ട്, ഇത് വയറ്റിപ്പിഴപ്പിന് വേണ്ടി നടക്കുന്നവരെന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷേ എൻ്റെ കർത്താവ് ഒരാളിനെ വിളിച്ചാൽ അവന് അനുസരണത്തോടെ അതിന് വന്നില്ലെങ്കിൽ യവൻ എവിടെ ചെന്ന് കയറിയാലും പെരുങ്കാറ്റ് തന്നെയാണ് അവിടെ. ഹല്ലേലൂയ. ഒരിക്കലും എം എ വർഗീസ് മാഷ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു വലിയ മീറ്റിങ്ങിന് പോയപ്പോൾ ഒരപ്പൻ ഒരു മകനെ കൊണ്ടുവന്നു. വന്നതിന് ശേഷം പറഞ്ഞു, മാഷേ, ഇവന് പിന്നെ പറഞ്ഞ അനുസരിക്കത്തില്ല, പഠിക്കത്തുമില്ല, എന്നും വഴക്കാണ്, പ്രശ്നമാണ്, കേസ് ഒരു 100 കേസും ഉണ്ട്, ഒരു അനുസരണമില്ലാത്തവനാണ്. ഒന്നാമത്. രണ്ടാമത്, കഴിഞ്ഞ ദിവസം ഇവൻ എവിടെ പോയി, അവിടെ ഒരു കോളേജുണ്ട്, ആ കോളേജ് അങ്ങ് കത്തിപ്പോയി, നശിച്ചുപോയി. പ്രൈസ് ദി ലോർഡ്. ഇവൻ എവിടെ ചെന്നാലും അവിടെ തീ പിടിക്കും. അതുകൊണ്ട് 4 പ്രാവശ്യം 10ാം ക്ലാസ് എഴുതി തോറ്റു. ഇനി ഒരു രക്ഷയില്ല, ദൈവവേലയാണെന്ന് ഞാൻ നിശ്ചയിച്ചു. അപ്പനാണ് നിശ്ചയം, ദൈവമല്ല. അപ്പൻ പറഞ്ഞു, ഇനി ആർക്കും വേണ്ടാത്തവനും എവിടെ ചെന്നാലും തീ പറ്റി പിടിക്കുന്നവനും പിന്നെ എഴുന്നേറ്റമില്ലാത്ത ശാപം പിടിച്ച ഇവനെ ദൈവവേലയ്ക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പൻ. അപ്പോൾ എം എ വർഗീസ് ഭാഷ ഇങ്ങനെ പറഞ്ഞു, ഈ തീ പിടിക്കുന്ന ഇവനെയും കൊണ്ടുപോയാൽ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കി എൻ്റെ സഭ തീ പിടിക്കും. അതുകൊണ്ട് എനിക്ക് വേണ്ട, നീ തന്നെ ഇത് വെച്ചോ. ഹല്ലേലൂയ. അപ്പോൾ കൊടുക്കുന്നെങ്കിൽ നീ ദൈവവേലയ്ക്ക് കൊടുക്കുന്ന ഏറ്റവും നല്ലതിനെ കൊടുക്കണം, ഊനമില്ലാത്തതിനെ കൊടുക്കണം. ഹല്ലേലൂയ. യോഗ്യതയുള്ളവനെ കൊടുക്കണം, നല്ല രക്തത്തിളപ്പുള്ളവനെ കൊടുക്കണം, എല്ലാ യോഗ്യതയുള്ളവനെ കൊടുക്കണം, നല്ല പഠിക്കുന്നവനെ കൊടുക്കണം, നല്ല മിടുക്കനായവനെ കൊടുക്കണം. കർത്താവിന് വേണ്ടി കൊടുക്കുമ്പോൾ ഏറ്റവും മേത്തരമായതാണ്, ഊനമില്ലാത്തതിനെ. ഹല്ലേലൂയ. ആർക്കും വേണ്ടാത്തവനെ അല്ല, ശാപം പിടിച്ചവനെ അല്ല, ശപിക്കപ്പെട്ടവനെ അല്ല. ഇന്ന് പകല് നീ ദൈവത്തിന് കൊടുക്കുമ്പോൾ ഏറ്റവും മേത്തരമായത് കൊടുക്കാൻ, ഹല്ലേലൂയ, നീ തയ്യാറാണെങ്കിൽ നിന്നെ നിന്റെ തലമുറയെ ദൈവം അനുഗ്രഹിക്കാനിടയാകും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഞങ്ങളൊക്കെ കർത്താവിന് വേണ്ടി ഇറങ്ങിയപ്പോൾ എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പിന്നെ വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് ഈ ബൈബിൾ എടുത്ത് നടക്കുന്നതോ ശുശ്രൂഷിക്കുന്നതോ സുവിശേഷ വേലയ്ക്ക് പോകുന്നതോ ഒന്നും എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇതിനെ ഏറ്റവും കൂടുതൽ വെറുത്ത ഒരാളാണ്. ഈ ബൈബിൾ എടുക്കാൻ ഒരു യോഗ്യതയില്ല എന്ന് സ്വയം പറഞ്ഞ് 100 പ്രാവശ്യം കർത്താവിനോട് പറഞ്ഞ് പിന്നെ ബലാത്കാരമായിട്ട് ഞാൻ എടുക്കാൻ നടന്ന ആളാണ്. ഞാൻ എടുക്കില്ല, മരിച്ചാൽ ഈ ബൈബിൾ ഞാൻ എടുക്കൂലെന്ന് ഞാൻ പാഷന്മാരോട് പറഞ്ഞിട്ടുണ്ട്, പ്രവാചകന്മാരോട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയും എൻ്റെ സഹോദരനും വിശ്വാസത്തിലൊക്കെ വരുന്ന സമയത്ത് ഒരുപാട് പാഷന്മാർ വരും. ഒരു ദിവസം രാവിലെ മുതൽ, എല്ലാ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ പാഷന്മാരാ. ഇങ്ങനെ ഒരു ഹൈന്ദവ കുടുംബത്തിൽ നിന്നും
ഒരു പിന്നെ ഫാമിലി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് നാട്ടിൽ ഇനി കേരളത്തിൽ ഇനി വരാത്ത ഒരു ദിവസം തമിഴ്നാട്ടിൽ നിന്ന് ലോകത്തിലുള്ള സകല അഭിഷിക്തന്മാരും ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പൊ അവരൊക്കെ വന്ന് ഭയങ്കര പ്രവചനവും ദൂതും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ വരുന്നവർക്ക് എല്ലാവർക്കും ദൈവവേല ചെയ്യണം, ദൈവവേല ചെയ്യണമെന്ന്, ഇത് മാത്രമേ, വേറെ നല്ല വേലയൊന്നും ഇല്ലേ? പ്രൈസ് ദി ലോർഡ്. അപ്പൊ എൻ്റെ ഒരു ആഗ്രഹം, എനിക്ക് നല്ലൊരു പിന്നെ ഒരു ജോലിക്ക് ഒരു ഗൾഫിൽ പോകണം. എൻ്റെ അച്ഛൻ ഗൾഫിലാണ്, 16 വർഷം വരെ സൗദി അറേബ്യയിൽ ഇരുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ പിതാവ് എന്നെ പഠിപ്പിച്ചത് ടെക്നിക്കൽ ഹൈസ്കൂളിലൊക്കെ പോയി പഠിച്ച് ഒരു ട്രേഡൊക്കെ പഠിച്ച് ഒരു 18 വയസ്സിൽ ഒരു പാസ്പോർട്ടൊക്കെ എടുത്ത് ഗൾഫിൽ പോകാൻ വേണ്ടി ഞാൻ ഇങ്ങനെ നിൽക്കുക. ഹല്ലേലൂയ. അപ്പോഴാണ് ഈ രക്ഷിക്കപ്പെടുന്നതും കാര്യങ്ങളും. ആ സമയത്ത് വലിയ തീക്ഷ്ണതയിൽ എൻ്റെ മാതാവ് പ്രാർത്ഥിക്കുന്നു. മാതാവ് ചാടിക്കേറി പറയുകയാണ്, എൻ്റെ മൂത്ത മകനെ ഏതോ ഒരു മെസ്സേജ് കേട്ട് ഫയറായപ്പോൾ എന്ത് ചെയ്തു? എൻ്റെ മൂത്ത മകനെ ഞാൻ എൻ്റെ കർത്താവിൻ്റെ വേലയ്ക്കായി സമർപ്പിക്കുന്നു. അതോടുകൂടി എൻ്റെ കാര്യത്തിൽ തീരുമാനമായി. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇത് കേട്ട് എൻ്റെ സ്വഭാവം മാറി. അന്ന് എന്നെ എന്തൊക്കെ വിളിച്ച് പറഞ്ഞെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു, എന്നെ അമ്മയും മോനും കൂടെ സുവിശേഷ വേലയോ എന്ത് വേണോ ചെയ്തോ, പക്ഷേ എന്നെ അതിന് കിട്ടത്തില്ല. ഹല്ലേലൂയ. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഗൾഫിൽ പോകുക, പൈസ ഉണ്ടാക്കുക. എന്നിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ദൈവ വേലയ്ക്ക് നിങ്ങൾ എവിടെ വേണോ പൊയ്ക്കോ, ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, എനിക്ക് ഗൾഫിൽ പോകണം. ഹല്ലേലൂയ. എനിക്ക് ജോലി വേണം. അപ്പോൾ എന്നാൽ ഇത് എൻ്റെ അമ്മ, അതുപോലെ തന്നെ വരുന്ന പാസ്റ്റർമാർ, ശുശ്രൂഷകർ, ഇവരൊക്കെ വരുന്നവരൊക്കെ വീണ്ടും 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 ഇങ്ങനെ പറയും, നീ പിന്നെ ശുശ്രൂഷകനാകും, നീ പാസ്റ്ററാകും, അല്ലെങ്കിൽ പ്രവാചകനോ എന്നൊക്കെ പറഞ്ഞ്. അതൊന്നും നമുക്കിതൊന്നും അറിയത്തില്ല. കാരണം ഇത് അന്ന് ഞാൻ കാണുന്ന ആൾക്കാർ ഇന്നത്തെ പുതിയ തലമുറയിൽ അല്ലെങ്കിൽ പുതിയ ജനറേഷൻ്റെ ന്യൂ റെവലേഷനുള്ള ആൾക്കാരല്ലല്ലോ. അന്ന് പക്ക പെന്തക്കോസ് കാലഘട്ടം 90, 93, 92, പിന്നെ 94 കാലഘട്ടങ്ങളിൽ എന്ന് പറഞ്ഞാൽ പക്ക പെന്തക്കോസ് അനുഭവമാണ്. അപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു സംഭവമാണ് ഈ മീശ എടുക്കുക, വെള്ള ഷർട്ട് ഇടുക, കറുത്ത പാൻ്റ് ഇടുക, ഇങ്ങനെ നടക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല. ഹല്ലേലൂയ. അപ്പം എൻ്റെ വിചാരം, ഇങ്ങനെയൊക്കെ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയാൽ ഈ ഒരു ഡ്രസ്സ് വിട്ട് ഇങ്ങനെ നടക്കേണ്ടി വരും. അപ്പം ഞാൻ പറഞ്ഞു, എന്നെ അതിനൊരിക്കലും കിട്ടത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം. അപ്പം ഞാൻ ഇതിനെ പുച്ഛമായിട്ട് കണ്ടു, ഒരു പരിഹാസമായിട്ട് കണ്ടു. പാസ്റ്റർമാരൊക്കെ വീട്ടിൽ വരുമ്പോൾ ഞാൻ ഒരു സൈഡിൽ കൂടെ ഇറങ്ങി അങ്ങ് പോകും. അവിടെ പാവപ്പെട്ട എത്രയോ സഹോദരന്മാരൊക്കെ ഞങ്ങളുടെ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചാണ് ഞങ്ങളെ ഈ ലെവലാക്കിയത്. പക്ഷേ ഞാൻ അവരുടെ ഇടയിൽ ഇരിക്കത്തില്ല. ഞാൻ പല കൂട്ടായ്മയിൽ എൻ്റെ മാതാവും എൻ്റെ സഹോദരനും പോകുമ്പോൾ എനിക്ക് അവിടെ പോയി ഇരിക്കാൻ നാണക്കേടാണ്. ഒരു പിന്നെ ഇവർ നിർബന്ധിക്കുക. എനിക്ക് രാവിലെ ഫുഡ് തരത്തില്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് തരാതെ രാവിലെ 8 മണിക്കുള്ള CSA പള്ളിയിൽ ചെന്ന് ആരാധനയ്ക്ക് പോകാൻ വേണ്ടി അമ്മ രാവിലെ എഴുന്നേറ്റ് എല്ലാം റെഡി അവരങ്ങ് പോകും. എനിക്ക് ഫുഡില്ല. അതുകൊണ്ട് ഞാൻ ഫുഡ് കിട്ടാൻ വേണ്ടി മാത്രം, അല്ലെങ്കിൽ 2 രൂപ 2.5 രൂപയൊക്കെ എനിക്ക് സ്വോത്രക്കാഴ്ച തരുമ്പോൾ ഈ പൈസ ഞാൻ എടുത്ത് സ്വോത്രക്കാഴ്ച ഇടാതെ നേരെ നൂൺ ഷോയ്ക്ക് പോകും. നേരെ എന്ത് ചെയ്യും? നെടുമങ്ങാട് തിയേറ്ററിൽ പോയി സിനിമ കണ്ടിട്ട് വരും. അപ്പോൾ ഇതിനു വേണ്ടി മാത്രം ഞാൻ പോകുന്നൊരു ആളായിരുന്നു. ഞാൻ നേരെ പിന്നെ ചർച്ചിൽ ചെന്നിരിക്കും. ഏറ്റവും ബാക്കിൽ ഒളിച്ച് ചെന്ന് ഇങ്ങനെ ഇരിക്കും. ഏറ്റവും ബാക്കിൽ ചെന്നിരിക്കും. കാരണം അവിടെ നിൽക്കുന്ന പാസ്റ്റർ ജേക്കബ് എന്ന് പറയുന്ന ഉദ്ദേശിച്ച് തല കണ്ടു കഴിഞ്ഞാൽ ശ്രീജി ബ്രദർ വന്നിട്ടുണ്ട് എന്നൊക്കെ പറയും. അതുകൊണ്ട് ഞാൻ നാണം കെട്ടിടവനെ പോലെ ഇങ്ങനെ ഒളിച്ച് കള്ളം ചെയ്തവനെ പോലെ ചെന്ന് ഏറ്റവും ബാക്കിൽ ഇങ്ങനെ ഇരുന്നിട്ട് എന്ത് ചെയ്യും? ആരാധന തുടങ്ങിയ ഒരു പകുതിയാകുമ്പോൾ ഞാൻ ചാടും. ഞാൻ അവിടെ നിന്ന് നേരെ തിയേറ്ററിലാണ് പോകുന്നത് സിനിമ കാണാൻ. അങ്ങനെ എത്രയോ വർഷം എൻ്റെ അമ്മയെ പറ്റിച്ച് 8-9 വർഷക്കാലം എൻ്റെ മാതാവ് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ച്. പക്ഷേ എനിക്ക് ഈ ബൈബിൾ കൈകൊണ്ട് ഞാൻ 9 വർഷം ഞാൻ എടുത്തിട്ടില്ല. ഒരു കവറിനകത്ത് അത്ര നിർബന്ധമാണെങ്കിൽ ഒരു കവറിനകത്ത് ഇട്ട് ഞാൻ കൊണ്ടുപോകും. അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഈ ഷർട്ടിൻ്റെ അകത്തൊക്കെ ഇട്ട് ഇങ്ങനെ കൊണ്ടുപോകും. ഞാൻ ഒരിക്കലും പബ്ലിക്കിൽ ഈ ബൈബിൾ എടുക്കത്തില്ല എന്ന് വെല്ലുവിളിച്ച ഒരാളാണ്. ഹല്ലേലൂയ. എനിക്കിഷ്ടമല്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് ഞാൻ എവിടെ പോയാലും അവിടെ എല്ലാം പ്രശ്നമാണ്. ഒന്നാമത് ഒരു BSF ഒരു ജോലി, ഒരു മിലിറ്ററിക്കാരനാവാൻ വേണ്ടി ഞാൻ ട്രെയിനിങ് ഒക്കെ ഒരു 10-50,000 കൊടുത്ത് മിലിറ്ററിയിൽ എല്ലാ വേക്കൻസി എല്ലാം സെറ്റ് ചെയ്ത് റെഡിയായി ഞാൻ പോകാൻ വേണ്ടി പിന്നെ എല്ലാം റെഡിയാക്കി, പെട്ടി വരെ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുക. അന്ന് ഒരു പ്രവാചകൻ കയറി വന്ന് എൻ്റെ വീട്ടിൽ വന്ന് ഞാൻ ഇരുന്നിട്ട് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ എഴുന്നേറ്റ്, നിങ്ങളുടെ മൂത്ത മകൻ ഒരു ജോലിക്ക് പോകുന്നതായി ഞാൻ കാണുന്നത്, പക്ഷേ അതവന് കിട്ടത്തില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പം ഞാൻ എന്ത് ചെയ്യുക? ഈ ഭാഷ പേടിച്ച് റൂമിനകത്ത് ഒളിച്ചിരിക്കുകയാണ്. കാരണം എനിക്കറിയാം ഈ പ്രവാചകന്മാർ ഇങ്ങനെയുള്ള ആൾക്കാർ വന്ന് ഉള്ളതിനെല്ലാം നശിപ്പിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ അമ്മയോട് പറഞ്ഞു, ഞാൻ മിലിറ്ററി പോകുന്ന കാര്യം പറയരുത്, ഞാൻ ഒരിടത്ത് പോകുന്നത് പറയരുതെന്ന് പറഞ്ഞ് ഞാൻ ഒളിച്ചിരിക്കുകയാണ്. പക്ഷേ എന്ത് ചെയ്യുന്നറിയാമോ? ആ പ്രവാചകൻ നേരെ വന്ന് ആദ്യം പറഞ്ഞ വാക്ക്, നിങ്ങളുടെ മൂത്ത മകൻ ഒരു ജോലിക്കെല്ലാം റെഡിയായിട്ടുണ്ട്, പക്ഷേ അതവന് കിട്ടത്തില്ല.
ഹല്ലേലൂയ. പറഞ്ഞ് 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ലാൻഡ് ഫോണിൽ ബെല്ല് വരികയാണ്. അതാരാണ്? എനിക്ക് എൻ്റെ 50,000 വാങ്ങിച്ചവൻ്റെ അച്ഛൻ മരിച്ചുപോയി. അതുകൊണ്ട് സംഭവം അവന് ഇനി അങ്ങോട്ട് കൊണ്ടുപോകാൻ ഒന്നും നടക്കത്തില്ലെന്ന്, പൈസ തിരിച്ചു തരാൻ വേണ്ടി വിളിക്കുക. അപ്പോൾ അതൊരു ഭയങ്കര സംഭവമായി പോയി. ഞാൻ ഭയങ്കര വിഷമിച്ചു. എനിക്ക് ഒരിടത്തും പോകാൻ വയ്യ, ഒരു ജോലിക്ക് പോകാൻ വയ്യ. ഏതെങ്കിലും ഒരു പേപ്പർ മില്ല് ഞാൻ പോയി, 3 മാസം കൊണ്ട് പേപ്പർ മില്ല് പൂട്ടിപ്പോയി. നെടുമങ്ങാട് ഞാൻ നിൽക്കാത്ത ഒരു കടയില്ല, എല്ലാ കടയും പൂട്ടി. അപ്പോൾ ഒരു വഴിയില്ല, എവിടെ ചെന്നാൽ അതാണ് പെരുങ്കാറ്റടിക്കുക. നീ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് വിരുദ്ധമായി അനുസരണക്കേട് കാണിച്ച് നടന്നാൽ നീ പോകുന്നിടത്തൊക്കെ നീ ഒരു ശാപമായി മാറും. ഹല്ലേലൂയ. എനിക്ക് നിൽക്കാൻ വയ്യായിരിക്കും, എവിടെ പോകാൻ, ഒരു ജോലി ചെയ്യാൻ വയ്യ, എവിടെ പോയാലും വിഷയം. അതിനൊക്കെ എൻ്റെ സ്വഭാവം മാറി. എനിക്ക് ദേഷ്യമായി, എനിക്ക് എൻ്റെ അമ്മയോട് ദേഷ്യമാണ്, എൻ്റെ അമ്മയെ കാണുന്നതേ എനിക്ക് ദേഷ്യമാണ്. അപ്പോൾ അമ്മ ആരാധനയ്ക്ക് പോകുമ്പോൾ ജോലി കിട്ടാത്തത് എൻ്റെ അമ്മയുടെ കണ്ണുനീരും പ്രാർത്ഥനയും ഉപവാസവും കൊണ്ട് എനിക്ക് ജോലിയില്ല, വരുമാനമില്ല എന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യുമെന്നറിയാമോ? ഞാൻ ഈ ഫാനിൽ കെട്ടിത്തൂങ്ങി ചാകാൻ വേണ്ടി അമ്മയും സഹോദരനൊക്കെ ആരാധനയ്ക്ക് ഇരിക്കുമ്പോൾ എല്ലാ ദിവസവും ഞാൻ കുരുക്കിട്ടതിന് ശേഷം ഞാൻ കഴുത്തിൽ ഇങ്ങനെ കുരുക്കിടും, ഒരു സ്റ്റൂൾ എടുത്തിടും, ഇങ്ങനെ നിൽക്കും, ആലോചിച്ചുകൊണ്ട് നിൽക്കും. അപ്പോൾ ആ ഇടയ്ക്കാണ് മോർച്ചറി മത്തായി എന്ന് പറയുന്ന ഒരു ദൈവദാസൻ ഞങ്ങളുടെ സഭയിൽ വന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ മോർച്ചറി മത്തായിയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എങ്ങനെയാണ് ഈ പേര് വന്നത്? ഞാൻ മരിച്ചു, ഞാൻ മോർച്ചറി കിടന്നു, അവിടെ നിന്ന് ദൈവം എന്നെ പുറത്ത് കൊണ്ടുവന്നു. ഇങ്ങനെ പറഞ്ഞിട്ട് എൻ്റെ വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞു, നീ സൂയിസൈഡ് ചെയ്താൽ നീ മോർച്ചറിയിൽ നിന്ന് എഴുന്നേറ്റ് വരും. അതോടുകൂടി എനിക്ക് ഭയങ്കര പേടിയായി. കാരണം ഞാൻ പറഞ്ഞു, ഇനി ഞാനെങ്ങാനും ആത്മഹത്യ ചെയ്ത് പകുതി തൂങ്ങി ആടി നിൽക്കും, വെട്ടിയറുത്ത് കൊണ്ടിട്ട് അവിടെ എങ്ങനെ കൊണ്ടിട്ട് തിരിച്ചു വരും. പിന്നെ ഈ ശ്രീജു എന്ന നല്ല പേര് മാറി, മോർച്ചറി ശ്രീജു എന്നെങ്ങാനും ആയാലും ഒന്നൊരു ഭയങ്കര ഒരു പേടി. അതോടുകൂടി എനിക്ക് തൂങ്ങിച്ചാവാൻ പേടിയായി. വിഷം കുടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, തൂങ്ങിച്ചാവണമെന്നുണ്ട്, ഭയങ്കര വിഷം. ഒരിടത്ത് പോയാലും ഒരു രക്ഷയില്ല. അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ്റെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ അവിടെ. അപ്പോൾ റാംബാബുവിൻ്റെ കാലഘട്ടം. അന്ന് റാംബാബു ഒന്ന് തീ പോലെ നിൽക്കുന്നവരാണ്, DG ശ്രീനഗരൻ അവരൊക്കെ. അപ്പോൾ 1-2 ഞാൻ എവിടെ പോകുന്നതിന് മുമ്പ് ഏതെങ്കിലും മീറ്റിനകത്ത് കയറി ഇരുന്ന് വചനമൊക്കെ കേട്ടിട്ടാണ് ആത്മഹത്യ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് ചാവാൻ പേടി പിന്നീട്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു ദിവസം ട്രെയിനിൻ്റെ മുമ്പ് ചെന്ന് ചാടി ആത്മഹത്യ ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോണ വഴിക്ക് ശ്രീകാന്ത് എന്ന് പറയുന്ന എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ഒരു ഇപ്പോൾ അഡ്വക്കേറ്റാണ്, പിന്നെ എറണാകുളത്ത്. അപ്പം പുള്ളി BScക്ക് അങ്ങനെ പഠിച്ച പിന്നെ അവന് പേപ്പർ കിട്ടിയില്ല. അപ്പം അവരെ വീട്ടിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, ഒരു അച്ഛനും അമ്മയും എല്ലാം അഡ്വക്കേറ്റൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് അവർ ഒരു പേപ്പർ പോയാൽ അന്നത്തെ കാലത്ത് അടിക്കും, ഉപദ്രവിക്കും. ഇവനോട് ഞാൻ പറഞ്ഞു, പിന്നെ നീ ഇവിടെ പോകുന്നു ചോദിച്ചു. ഞാൻ എന്തായാലും മരിക്കാൻ തീരുമാനിച്ച് ഇറങ്ങിയതാണെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, ഞാനും ഉണ്ട് മരിക്കാൻ. കാരണം വീട്ടിൽ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് എന്നെ പഠിപ്പിച്ചിട്ട് ഞാൻ തോറ്റത് കൊണ്ട് ഇന്ന് വീട്ടിനകത്ത് കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞാൻ പറഞ്ഞു, അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ വളരെ തന്ത്രപരമായി അവനെ മരിക്കാൻ വേണ്ടിയുള്ള നല്ല കാര്യങ്ങൾ പറഞ്ഞ് അവനെ ഒന്ന് ധൈര്യപ്പെടുത്തി അവനെ എൻ്റെ കൂട്ടത്തിലങ്ങ് ആക്കി അവനെ നല്ല പ്രോത്സാഹനം കൊടുത്തു. മരിക്കണം, മരിക്കാതിരിക്കരുത്, നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് മരിക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അവനെ കൈയും പിടിച്ച് ഞാൻ നടക്കുകയാണ്. ഞങ്ങൾ മുന്നോട്ട് പോയപ്പോൾ രാജൻ എന്ന് പറയുന്ന ഒരു ദൈവദാസൻ ഞങ്ങൾക്കെതിരായിരുന്നു. ഈ രാജൻ ബ്രദറിന്റെ ഒരു പ്രത്യേകത, പുള്ളി കണ്ണടച്ച വെളിപ്പാടേ വരുള്ളൂ. കണ്ണടയ്ക്കണ്ട, അതിനു മുമ്പ് അപ്പോഴത്തെ പ്രസന്റ് കണ്ടീഷൻ എല്ലാം പറയും. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു ആൾ വരുന്നുണ്ട്, പുള്ളി നമ്മളെ വിളിക്കും, മൈൻഡ് ചെയ്ത കാണാത്ത ഭാവത്തിൽ പോകണം. കാരണം ഇന്ന് എനിക്കറിയാം, ഞാൻ എവിടെ ഇറങ്ങിയാലും ഏതെങ്കിലും ഒരു ഭാഷ വന്ന് മുമ്പേ ചാടും. അപ്പം ഞാനിങ്ങനെ മുന്നോട്ട് പോകുന്ന വഴിക്ക് രാജൻ ബ്രദർ വരുന്നു. ഞങ്ങൾ കാണാത്ത ഭാവത്തിൽ സൈഡ് വഴി ഇങ്ങനെ പോയ വഴിക്ക് പെട്ടെന്ന് രാജൻ ബ്രദർ ഞങ്ങളെ കണ്ടു. ശ്രീജി ബ്രദറെ എന്ന് വിളിച്ചു, കൈകൊട്ടി നിർത്തി. അദ്ദേഹത്തിൻ്റെ വീട് അടുത്താണ്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് സമയമില്ല, ഞങ്ങൾ അർജൻറ്റായിട്ട് ഒരു സ്ഥലം വരെ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ, അല്ല ഒരു നിമിഷം ഒരു വാക്ക്, അയ്യോ ശ്രീകാന്തം ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഒരു നിമിഷം ഒന്ന് കയറാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ ഒന്നും എന്തോ ദൈവത്തിൻ്റെ ശക്തി കാരണം ഞങ്ങൾ അങ്ങ് ഓട്ടോമാറ്റിക്കായിട്ട് കയറി. കാരണം നമ്മൾ 2 അകത്ത് ഭൂതം നിൽക്കുകയില്ലേ. അപ്പം ദൈവദാസം പറഞ്ഞപ്പോൾ ഭൂതം ഞങ്ങൾ 2 കൂടെ അങ്ങ് കയറി. പ്രൈസലോ. അപ്പോൾ ഞങ്ങൾ അകത്ത് കയറിയിട്ട് അദ്ദേഹം പറഞ്ഞു, എടി ചായ എടുക്കാൻ പറഞ്ഞു. ചായ ഒന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞെങ്കിലും 2 ഗ്ലാസ് ചായ കൊണ്ടുവന്ന് ഞങ്ങൾ കുടിച്ചോണ്ട് ഞങ്ങൾ പിന്നെ ഇറങ്ങട്ടെ ചേട്ടാന്നൊക്കെ അണ്ണാന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഞാൻ ചാടി വെളിയിൽ ഇറങ്ങാൻ വന്നതല്ലേ, ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാന്ന് പറഞ്ഞു. പുള്ളി കണ്ണടച്ചിട്ട് പറഞ്ഞു, ശ്രീജു നീ മോർച്ചറി കിടന്നാൽ എഴുന്നേറ്റ് വരും. വീണ്ടും ഒരു ഭയങ്കര ഒരു ദൂത്. അപ്പൊ ഇത് കേട്ടപ്പോ തന്നെ പടോന്നൊരു സൗണ്ട്. എൻ്റെ അടുത്ത് നിന്നവൻ വെട്ടിയിട്ട വാഴ പോലെ
ശ്രീകാന്ത്. അവൻ അവിടെ കിടന്ന് അന്യഭാഷ പ്രാപിച്ച് അവൻ ഭയങ്കര, എന്നിട്ട് ചാടി എഴുന്നേറ്റ് എന്നോട്, ഞാൻ ഇതെല്ലാം കേട്ട് അന്തം വിട്ടതേ. കാരണം എൻ്റെ വീട്ടിലെ അമ്മയും എൻ്റെ സഹോദരനും എൻ്റെ അച്ഛനും ഒക്കെ ഭയങ്കര ആരാധന, കസേര ഒടിക്കുന്നു, ബെഞ്ച് ഒടിക്കുന്നു, എല്ലാം ഒടിക്കുന്നു. ഏറ്റവും ലാസ്റ്റിൽ വന്ന എൻ്റെ അച്ഛൻ വരെ രക്ഷിക്കപ്പെട്ട അഭിഷേകം പ്രാപിച്ച് ഭയങ്കര നൃത്തമാണ്. അദ്ദേഹത്തിൻ്റെ നൃത്തവും ആരാധനയിലും അദ്ദേഹത്തിന് കൂട്ടുപോകുന്ന ഞാനാ. ഇവരൊക്കെ ആരാധിക്കുമ്പോൾ അവരെ ഭിത്തി ചെന്ന് ഇടിക്കാതിരിക്കാൻ വേണ്ടി നോക്കുന്നത് ഞാനാ. അപ്പോൾ എനിക്കിതിനൊന്നും വലിയ അറിവില്ല. ഞാൻ പറഞ്ഞു ഇതൊക്കെ ഹിപ്നോട്ടിസമാണ്, മാസ്മരിസമാണ്, ഇതെല്ലാം കള്ളത്തരങ്ങളാണ്. പാവപ്പെട്ട ഇവരെയൊക്കെ മനസ്സ് ദുർബലമായതുകൊണ്ട് ഇവരൊക്കെ ഇതിലങ്ങ് വീണുപോയി, പാവങ്ങൾ. അങ്ങനെ ഇവരെയൊക്കെ ഞാൻ ഇങ്ങനെ കളിയാക്കിയിട്ടിരിക്കുക. കാരണം ഇതൊക്കെ ഒരു പുച്ഛമായിരുന്നു എനിക്ക്. ഹല്ലേലൂയ. അപ്പം ഞാൻ ഇവനെ കിടന്ന്, അപ്പം ഇവന് ഈ അഭിഷേകം പ്രാപിച്ചത് ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്ത ആദ്യമായിട്ടൊരു അഭിഷേകത്തെ എനിക്ക് വേണ്ടി ഒരു ദൂത് പറഞ്ഞത് കേട്ട് പേടിച്ച് ആത്മാവ് അഭിഷേകം പ്രാപിച്ചത് നടക്കുന്നു. അവൻ ചാടി എഴുന്നേറ്റ് എന്നോട് പറഞ്ഞു, ശ്രീജു നമുക്കിനി ആത്മഹത്യ. ഞാനില്ല ഇനി ആത്മഹത്യക്ക്, ഞാൻ ആ വീട്ടിൽ പോവുകയാണ്. പിന്നെ അവന് രാവും പകലുമില്ല ബൈബിൾ വായനയും പ്രാർത്ഥനയും ആരാധനയും. ഇപ്പം അവനെല്ലാം പിന്മാറ്റാവസ്ഥയിൽ പോയി. അപ്പം ഞാൻ എന്ത് ചെയ്തു, അതൊക്കെ ഞാൻ ഈ രാജൻ ബ്രദറിനെ വീട്ടിൽ വന്ന് ഇനി വിളിക്കാൻ ഒന്നുമില്ല. കാരണം എവിടെ പോയാലും ഇങ്ങനെ കുറേ എണ്ണം ഇറങ്ങി, ആവശ്യമില്ല. ഇവരാരും ഒരു ജോലി തരത്തുമില്ല, ഒരു വരുമാനം എനിക്ക് കിട്ടത്തുമില്ല. ഈ പാഷന്മാരും ഈ അമ്മയും ഇവരെല്ലാവരും കൂടെ ചേർന്ന് എൻ്റെ ഭാവിയെ നശിപ്പിക്കുന്നു എന്നൊരു ചിന്ത എൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുകയുണ്ട്, വൈരാഗ്യമായി. അപ്പോൾ ഞാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം, ദൈവത്തിന് വിരോധമായി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കും. എനിക്ക് ഒരു താല്പര്യമില്ല. എന്നെ ഞാൻ ഇടുക്കിയിൽ പിന്നെ സ്ഥലം കാണാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു, ജേക്കബ് ഉപദേശി ഇടുക്കിയിൽ വിളിച്ചപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ അങ്ങ് പോയി. ഞാൻ വെറുതെ സ്ഥലം കാണാൻ വേണ്ടി പോയാ. തലേ ദിവസം വലിയ നല്ലൊരു സിനിമയൊക്കെ കണ്ട് നല്ല ഫയറായിട്ട് കിടക്കുമ്പോഴാണ് പുള്ളി വന്ന് വിളിക്കുന്നത് ഇടുക്കി പോവാൻ. അപ്പോൾ ഞാൻ ഇദ്ദേഹമായിട്ട് നേരെ അങ്ങ് സ്ഥലം കാണാൻ വേണ്ടി പോയി. ഇടുക്കി ചെന്നപ്പോൾ ഒരു വലിയ കൺവെൻഷൻ. ആ കൺവെൻഷൻ നടക്കുമ്പോൾ വൈകുന്നേരം ജേക്കബ് എന്ന് പറയുന്ന അദ്ദേഹം പറഞ്ഞു, എൻ്റെ കൂടെ ഒരു ഹൈന്ദവ സമുദായത്തിൽ RSSകാരൻ്റെ മോനും വന്നിട്ടുണ്ട്, പുള്ളി അവനെ കൊണ്ട് ഒരു 5 മിനിറ്റ് സാക്ഷി പറയിപ്പിക്കണോ. ഇത് കേട്ടപ്പോൾ തന്നെ എനിക്ക് ശ്വാസം മുട്ടലായി. ഞാൻ സ്ഥലം കാണാൻ വേണ്ടി പോയത്, അല്ലാതെ അവിടെ സാക്ഷി പറയാൻ പോയതല്ല, എനിക്കറിയത്തുമില്ല. അപ്പോൾ ഞാൻ എന്ത് സാക്ഷി പറയാം, അത് ഷിജുവിനെ വിളിച്ചുകൊണ്ട് വരാതെ സാക്ഷി പറയാം, ഞാൻ എന്തിനു വരുന്നത് എന്ന്. പക്ഷേ പുള്ളി പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല, ദൈവം ധൈര്യം തരും, ബലം തരും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ ശ്വാസം മുട്ടലും ടെൻഷനും ഭയവും കാരണം അവിടെ റബ്ബർ തോട്ടമാണ്, റബ്ബറിൽ തൂങ്ങി എക്സർസൈസ് ചെയ്യാൻ തുടങ്ങി. ഞാൻ ഇങ്ങനെ മസിലൊക്കെ വന്നു കഴിഞ്ഞാൽ ധൈര്യം ഉണ്ടാവുമെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ എക്സർസൈസ് ചെയ്യുക തൂങ്ങി. എനിക്ക് ടെൻഷൻ കാരണം, പേടി കാരണം നിവർത്തിയില്ല. വൈകുന്നേരമായി ഞാൻ എന്ത് ചെയ്തു, ഒറ്റ ഓട്ടം. ഞാൻ ഡ്രസ്സൊക്കെ റെഡിയാക്കിയിട്ട് നേരെ ബസ് സ്റ്റോപ്പിൽ വന്ന് നിന്നു, ഇദ്ദേഹത്തിന് പറയാതെ ബസ്സിൽ കയറി സ്ഥലം വിടാൻ. ഈ പുള്ളി 2 പേരെ വിട്ട് എന്നെ തൂക്കിയെടുത്തുകൊണ്ട് തിരിച്ചു വന്നു. ശ്രീജു ഇന്ന് സാക്ഷി പറഞ്ഞേ പറ്റത്തുള്ളൂ. അവസാനം ഞാൻ നിർബന്ധം സഹിക്കാൻ പറ്റപ്പോൾ ഞാൻ വന്നു നിന്നപ്പോൾ ആയിരക്കണക്കിന് ആൾക്കാർ, ഈ ആൾക്കാരെ കണ്ടപ്പോഴേ എൻ്റെ കയ്യും കാലും എല്ലാം വിറച്ച് എനിക്ക് ബോധക്ഷയം എല്ലാം വന്ന് ഞാൻ കണ്ണങ്ങ് അടച്ചിട്ട് എന്തൊക്കെ പറഞ്ഞതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ അവിടുത്തെ ബിഷപ്പ് എഴുന്നേറ്റ് പറഞ്ഞു, 1000 മെസ്സേജ് പറയുന്നതിനേക്കാൾ ഒരു സാക്ഷി നല്ലത്. അപ്പോൾ പെട്ടെന്നൊരു മാനസാന്തരം. കൊള്ളാം, ഇത് കൊള്ളാം. ഞാൻ ഒരാഴ്ച ഭയങ്കര മാനസാന്തരം, മടങ്ങി വീട്ടിൽ നല്ല മാനസാന്തരത. ആ ഒരാഴ്ച വരെ നിന്നുള്ളൂ, അത് കഴിഞ്ഞ് എനിക്കെല്ലാം തീർന്നു. അപ്പം മുന്നോട്ട് ഒരു സ്വസ്ഥതയില്ല, സമാധാനമില്ല, എവിടെ പോയാലും വിഷയങ്ങൾ അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നാട് വിട്ട് പോകണം. അങ്ങനെ ഞാൻ ബാംഗ്ലൂരിൽ നാട് വിട്ട് നേരെ ബാംഗ്ലൂരിൽ പോയി. അവിടെ ചെന്നപ്പോൾ ഒരു വലിയൊരു പിന്നെ കാവേരി ഇൻഡസ്ട്രിയിൽ എന്ന് പറയുന്ന ഒരു കമ്പനി, ഇപ്പോഴും എൻ്റെ പേര് ഓർമ്മയുണ്ട്. അവിടെ ഞാൻ ചെന്ന് അവിടെ ഒരു ജോലിക്ക് വേണ്ടി അവരോട് ഞാൻ, അപ്പോൾ എനിക്ക് കന്നഡ ഭാഷ അറിഞ്ഞുകൂടെ, വേറെ ഒന്നും അറിയത്തില്ല. ഞാൻ എങ്ങനെ തപ്പിപ്പിടിച്ചൊരു അഡ്രസ്സൊക്കെ കണ്ടുപിടിച്ച് ഒരു ബിലീവറുടെ, ഒരു വിശ്വാസിയുടെ ഒരു ഇൻഡസ്ട്രിയാണത്. അവിടെ ആ ഓഫീസിൽ ചെന്നു. ഞാൻ എൻ്റെ പേര് പറഞ്ഞു, എന്നെ കണ്ടു, ഓക്കെ, പിന്നെ ജോലിക്ക് കയറ്റി. എന്നെ ജോലിക്ക് കൊണ്ടുപോയത് ഒരു മാനേജരാണ്, അവിടുത്തെ മാനേജർ. ഈ മാനേജർ എന്നെ കൊണ്ടുവന്ന് ജോലിക്ക് ആക്കിയിട്ട് തിരിച്ചു വരുന്ന വരവിൽ അദ്ദേഹം ഹാർട്ട് അറ്റാക്കായി, അദ്ദേഹം നേരെ ICUലായി. 15 ദിവസം കൊണ്ട് കാവേരി ഇൻഡസ്ട്രി പൂട്ടി. അപ്പോൾ അവിടുത്തെ ഓണേഴ്സ് പെന്തക്കോസുകാരാണ്, അവർ ഒരു ഭാഷ വിളിച്ചിട്ട് ഒരു പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട്, എന്തുകൊണ്ടാണ് ഈ വെറും 15 ദിവസം കൊണ്ട് ഇന്ന് വരെ ഈ ചരിത്രത്തിലില്ലാതെ ഈ ഇൻഡസ്ട്രിയിൽ, ഞങ്ങളുടെ ഈ കാവേരി ഇൻഡസ്ട്രിക്കകത്ത് ഇത്രയും പ്രശ്നം ഉണ്ടാകാൻ കാരണമാണ്, ഇത്രയും ഫൈനാൻഷ്യൽ പ്രോബ്ലം എന്തുകൊണ്ടുണ്ടായി. അദ്ദേഹം പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞ്, ഈ 15 ദിവസത്തിന് മുമ്പ് ഇതിനകത്ത് ദൈവ വിളി കേട്ടിട്ട് യോനയെ പോലെ ഒരുത്തൻ ഇതിനകത്ത് കയറിയിട്ടുണ്ട്. അവൻ കാരണമാണ് ഇതെല്ലാം ഉണ്ട്. അവൻ എവിടുന്ന് പറഞ്ഞയച്ചാൽ നിങ്ങളുടെ ഈ സംഭവം ശരിയാവുമെന്ന് പറഞ്ഞു.
അപ്പോൾ എന്ത് ചെയ്തു, പുള്ളി എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, നിന്റെ പേര് ശ്രീജു എന്നാണ്, ശ്രീജു RS നായർ എന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷേ നീ എങ്ങനെ പെന്തക്കോസ്തുകാരനാവും? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനൊന്നും അല്ല, എൻ്റെ അമ്മയും എൻ്റെ സഹോദരനും വിശ്വാസത്തിലാണ്, എനിക്ക് വിശ്വാസമൊന്നുമില്ല, കാല് പിടിക്കാം, എനിക്കൊരു വിശ്വാസമല്ല, ഞാൻ പെന്തക്കോസും അല്ല മുട്ടക്ലോസും അല്ല, ഞാൻ എന്നെ അങ്ങനെ പറഞ്ഞു വിടരുത്. അവർ പറഞ്ഞു, ഇല്ല, നീ ദൈവവിളിയുണ്ട്. അഭിഷിക്തം പറഞ്ഞു, നീ ദൈവവിളിയുള്ളവനാ, നീ ആരാ ഇവിടെ വന്നിരിക്കാൻ? നീ അവിടെ നിന്ന് സുവിശേഷ വേല ചെയ്യാനുള്ള നീ ഇവിടെ വന്ന് നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു, സുവിശേഷ വേല ചെയ്യാൻ വല്ലതും അറിയണ്ടേ? വല്ല അഭിഷേകം വേണ്ടേ? എൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും അഭിഷേകമുണ്ട്, എനിക്ക് അഭിഷേകമില്ലല്ലോ, പിന്നെ എന്തിന് ഞാൻ ചെയ്യണം? ഇതൊക്കെ പറഞ്ഞിട്ട് അവർ പറഞ്ഞു, ഇല്ല, നിന്നെ ഞങ്ങൾ പറഞ്ഞു വിടുകയാണ്. 15 ദിവസത്തെ ശമ്പളം തന്ന് അവർ പറഞ്ഞു വിട്ടു. പിന്നെ എനിക്ക് ദേഷ്യം എന്ന് പറഞ്ഞാൽ എന്തോ ദേഷ്യമാണെന്ന് അറിയാം. കാരണം എന്ന് പറഞ്ഞാൽ ഈ കർത്താവ് കാരണം ഒരു ജോലിയില്ല, ഈ ദൈവവിളി കാരണം, പ്രവാചകന്മാർ കാരണം, എൻ്റെ അമ്മയുടെ പ്രാർത്ഥന കാരണം എൻ്റെ ജീവിതം നശിച്ചു എന്ന് പറഞ്ഞ ഭയങ്കര ദേഷ്യം. ഞാൻ നേരെ അവിടെ നിന്ന് ബോംബെ, നാട്ടിൽ വരാൻ ഞങ്ങൾ നാട് വെറുത്ത് നേരെ ഞാൻ ഒറ്റ വിടലാണ് ബോംബെ പട്ടണത്തിൽ. എന്താ പോയത്? അവിടെ ചെന്ന് എന്ത് ജോലിയും ചെയ്ത് ജീവിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ ചെന്ന് ഇറങ്ങി. ഒരാഴ്ച എനിക്ക് മാത്രം ജോലിയില്ല, വരുമാനമില്ല, ഒന്നുമില്ല, എല്ലാ വഴികളും അടഞ്ഞ് അവസാനം ഞാൻ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ ചെന്ന് നിന്നു. പ്രൈസ് ദി ലോർഡ്. ആ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ ഞാൻ ചെന്ന് നിന്നാൽ ഭയങ്കര സ്പീഡാണ്. അവിടുത്തെ ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പീഡാണ്. ആ ഒരു ഒറ്റ ചാട്ടം ചെറിയ അപ്പം തെറിക്കും, ചിതറിപ്പോവും. അപ്പോൾ അതിനുശേഷം എത്രയും വർഷങ്ങൾക്ക് ശേഷം ഒരു ദേവദാസൻ പ്രവചിച്ചിട്ടുണ്ട്, നിന്റെ ശരീരം കഷണങ്ങളായി മാറേണ്ടതാണ്, പക്ഷേ എൻ്റെ ദൈവം നിന്നെ വിടുവിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം ഞാൻ അവിടെ ചെന്നത് ആത്മഹത്യയാണ്. കാരണം എൻ്റെ ലൈഫ് മുഴുവനും എത്രയോ 26, 27 വയസ്സായി. എൻ്റെ ജീവിതത്തിൽ ഒരു സ്വസ്ഥതയില്ല, സമാധാനമില്ല. ഒരു വശത്ത് ക്രിസ്ത്യാനിയായതിൻ്റെ അപമാനം, നിന്ന പരിഹാസം, മറുവശത്ത് വരുമാനമില്ല, ജോലിയില്ല, ഒരുപാട് പേരുടെ ചോദ്യങ്ങൾ, ഭാവി നശിച്ചു. മറ്റൊരു വശത്ത് എനിക്ക് ഈ സുവിശേഷ വേല ഇഷ്ടമല്ല, ബൈബിൾ എടുക്കുന്നത് ഇഷ്ടമല്ല, ക്രിസ്ത്യാനിയായി ജീവിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. പക്ഷേ ഒരു വശത്ത് ഈ പാഷന്മാരും വീട്ടുകാരും എല്ലാം കൂടെ എന്നെ നിർബന്ധിച്ച് ഇങ്ങനെ ആക്കുന്നു. അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് ദൈവത്തോട് സ്നേഹമില്ല, യേശു കർത്താവിനോട് സ്നേഹമില്ല. ഞാൻ യേശുവിനെ കണ്ടിട്ടുള്ളവനാണ്. 93 എൻ്റെ റൂമിനകത്ത് യേശു ഇറങ്ങി വന്ന് എനിക്ക് ആ ദർശനം നേരിട്ട് എന്നെ മകനെന്ന് വിളിച്ച് സംസാരിച്ച് ആ ദർശനം വരെ കിട്ടിയവനാ ഞാൻ. പക്ഷേ ഞാൻ പിന്മാറ്റാവസ്ഥയിൽ പോയി. ഹല്ലേലൂയ. എനിക്ക് ഈ ദൈവവേല ഇഷ്ടമില്ലാതെ ഞാൻ കർത്താവിനെ തള്ളിപ്പറഞ്ഞ് 9 വർഷം പിന്നെ മുന്നോട്ട് പോയി. പക്ഷേ എന്നാൽ അന്ന് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ ഞാൻ പൂർണ്ണമായി ധൈര്യപ്പെട്ട് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, ഇന്ന് എനിക്ക് മരിക്കാൻ എനിക്ക് ബലം തരണം. ഹല്ലേലൂയ. ഞാൻ മരിക്കാൻ പോവുകയാണ്, എനിക്ക് മരിക്കാനുള്ള ബലം, ശക്തി തരണമെന്ന് പറഞ്ഞ് ചാടാൻ പോയപ്പോൾ എൻ്റെ തോളിൽ ഒരു പിടി. ഞാൻ നോക്കിയപ്പോൾ ഒരു പാസ്റ്റർ, ഒരു ഷാജി എന്ന് പറയുന്ന ഒരു ദൈവദാസൻ, അവിടെയും പാസ്റ്റർമാരവിടെ കൊണ്ട്, കർത്താവ് ഭയങ്കരനാണ്. ഹല്ലേലൂയ. അവിടെ ഒരു പാസ്റ്ററിനെ അവിടെ വെച്ചിരുന്നു. അദ്ദേഹം എൻ്റെ തോളിൽ തട്ടി എന്നിട്ട് പറഞ്ഞു, എന്തിനാ ശ്രീജി ഇവിടെ നിൽക്കുന്നത്, ഇത്രയും അടുത്തെന്തിനാ വന്ന് നിൽക്കുന്നതെന്നൊക്കെ ചോദിച്ചു. എൻ്റെ നിപ്പൊന്നും അത്ര പന്തിയില്ലെന്ന് മനസ്സിലായിട്ട് അദ്ദേഹം പറഞ്ഞു, എൻ്റെ കൂടെ വീട്ടിൽ വാ. ഞാൻ അവിടെ അദ്ദേഹത്തിൻ്റെ റൂമിൽ ചെന്നു. അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു, എനിക്ക് ഇനി ജീവിക്കേണ്ട, കാരണം ഈ ഒരു 10-27 വയസ്സായ എൻ്റെ ലൈഫ്, എൻ്റെ അമ്മയും സഹോദരൻ ഇവരൊക്കെ ക്രിസ്ത്യാനിയായി നാട്ടിൽ നിൽക്കാൻ വയ്യ, എനിക്ക് ജോലിയില്ല, വരുമാനമില്ല, എനിക്ക് ഒരു സ്വസ്ഥതയില്ല, എനിക്ക് മരിച്ചാൽ മതി. ഹല്ലേലൂയ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിനക്ക് ഞാനൊരു ജോലി വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. അവിടുത്തെ IPC ചർച്ചിൻ്റെ മനോജ് എന്ന് പറയുന്ന ഒരു ബ്രദറുണ്ട്. അദ്ദേഹത്തിന് നല്ലൊരു കമ്പനിയുണ്ട്, പ്രിന്റിംഗ് കമ്പനിയുണ്ട്. ആ കമ്പനിക്കകത്ത് എന്നെ ജോലിക്ക് കയറ്റി. ഹല്ലേലൂയ. ഒരു വാദികളും ഒന്നുമില്ലാതെ, ഒരു ജോലിയൊന്നും എനിക്കറിയത്തില്ല, അവിടെ നിന്ന് ജോലിയൊക്കെ പഠിച്ച് എനിക്ക് ഭയങ്കര സന്തോഷമായി. പക്ഷേ എനിക്ക് സ്വസ്ഥതയില്ല, സമാധാനമില്ല, സ്വസ്ഥതയില്ല. എല്ലാ ദിവസവും ഒറ്റയ്ക്ക് ആ റൂമിനകത്ത് നൈറ്റിന് പിന്നെ ജോലിക്ക് വേണ്ടി മറ്റുള്ള കൂടെയുള്ളവരൊക്കെ പോകുമ്പോൾ എൻ്റെ റൂമിനകത്ത് ഞാൻ ഒറ്റയ്ക്കാണ്. എന്നോട് തന്നെ ഞാൻ ചോദിക്കുകയാണ്, കഴിഞ്ഞ 8-9 വർഷമായി യേശുവിനെ അറിഞ്ഞിട്ടും എനിക്ക് എന്തുകൊണ്ടാണ് കർത്താവിൻ്റെ വേല ചെയ്യാൻ പറ്റാത്തത്? അപ്പം ഞാൻ തിരിച്ചു പറഞ്ഞ്, കർത്താവ് അങ്ങനെ അഭിഷേകം ചെയ്തിട്ടില്ല, എനിക്ക് ശുശ്രൂഷകനാകാൻ പറ്റത്തില്ല, എനിക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല, എൻ്റെ ഹൃദയത്തിൽ സ്വസ്ഥതയില്ല, സമാധാനമില്ല, എവിടെ പോയാലും എനിക്ക് മരിക്കാനും പറ്റുന്നില്ല, മരിക്കാനും വിടുന്നില്ല, എനിക്ക് സ്വന്തം ദേശത്ത് പോകാൻ പറ്റത്തില്ല. കാരണം സ്വന്തം ദേശത്ത് 4-5 കേസിൽ പ്രതിയായി. അപ്പോൾ നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിൽ അവിടെ പല കേസുകളിൽ പ്രതിയായി. ആ ദേശത്ത് എന്നെ RSSകാർ കണ്ടു കഴിഞ്ഞാൽ എന്നെ വെട്ടിക്കൊല്ലും. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെയുള്ള ചില കേസുകളിലൊക്കെ പ്രതിയായി. നിൽക്കാൻ പോലും സ്വസ്ഥതയില്ല, വീട്ടിനകത്തോ നാട്ടിനകത്തോ സ്വസ്ഥതയില്ലാതെ ഞാൻ ആത്മഹത്യയെ വീണ്ടും ചിന്തിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും മരിക്കണം. പക്ഷേ ആ ഒരു ദിവസം രാത്രി 2 മണിയായപ്പോൾ എൻ്റെ കർത്താവ് എൻ്റെ റൂമിനകത്ത് ഇറങ്ങി വന്നു. ഹല്ലേലൂയ. ആ കർത്താവ് ഇറങ്ങി വന്നിട്ട് എൻ്റെ പേര് വിളിക്കുകയാണ്, ശ്രീജു എന്ന് വിളിക്കുന്നു. ആദ്യം എനിക്ക് മനസ്സിലായില്ല ആരാ വിളിക്കുന്നത്, ഒരു ശബ്ദം കേൾക്കുന്നു. പക്ഷേ വീണ്ടും എന്നോട് കർത്താവിൻ്റെ ശബ്ദം ഞാൻ കേട്ടു, ശ്രീജു, ശ്രീജു. 3 പ്രാവശ്യം എന്നെ കർത്താവ് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, നാളെ രാവിലെ നിന്റെ ജോലി നീ റിസൈൻ ചെയ്യുക, എൻ്റെ ആലയത്തിൽ നീ വരിക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
അന്ന് രാത്രി 2 മണിക്കാണ് കർത്താവ് രണ്ടാമത്തെ പ്രാവശ്യമാണ് കർത്താവ് എനിക്ക് ദർശനം തരുന്നത്. ആദ്യത്തെ പ്രാവശ്യം 93 ഞാൻ യേശുവിനെ കണ്ടതാ. പക്ഷേ അവിടെ നിന്ന് ഞാൻ പിന്മാറ്റാവസ്ഥയിൽ പോയി. 2000 ഞാൻ ബോംബെ പട്ടണത്തിൽ വെച്ച് മരിക്കാൻ കിടന്ന എൻ്റെ ലൈഫിൽ കർത്താവ് ഇറങ്ങി വന്നു. ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ ശബ്ദം ഞാൻ കേട്ടു. പിറ്റേന്ന് രാവിലെ ഞാൻ ഒരു ആലയത്തിലോട്ട് കയറി ചെന്നതേ എനിക്ക് ഓർമ്മയുള്ളൂ. അവിടെ വെച്ച് ദൈവം എന്നെ അഭിഷേകം ചെയ്തു. വളരെ ശക്തമായൊരു ദൈവശക്തി എൻ്റെ ശരീരം തിരിച്ചറിയത്തക്ക രീതിയിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായൊരു തീ വന്ന് വീണു. പിന്നെ അന്ന് അവിടെ നിന്ന് ഒരു ശുശ്രൂഷകനായി, ഒരു പ്രവാചകനായി ഞാൻ അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അവിടെ അസാധാരണമായ രീതിയിൽ ശുശ്രൂഷകൾ ചെയ്യുവാൻ. പിന്നെ എൻ്റെ ആ മിനിഷി ആരംഭിക്കുന്നത് അടഞ്ഞ് പൂട്ടിക്കിടക്കുന്ന ശാപം പിടിച്ച ഫാക്ടറികളും കടകളിലും കാല് ഞാൻ വെച്ചാൽ അവിടെ വിടുതലായി നടക്കും. ഹല്ലേലൂയ. ഞാൻ എവിടെ പോയി പൂട്ടപ്പെട്ട അവസ്ഥയിൽ ഞാൻ ശാപം പിടിച്ചവനായി, അനുസരണമില്ലാത്തവനായി, യോനയെ പോലെ നടന്ന ആ സ്ഥാനത്ത് നിന്ന് ഞാൻ ദൈവത്തിൻ്റെ വചനം അനുസരിക്കാൻ, ദൈവശബ്ദം കേട്ട് ഇറങ്ങിത്തിരിക്കാൻ ഞാൻ അന്ന് പറഞ്ഞു, മരിച്ചാലും ജീവിച്ചാലും ഞാൻ യേശുവിനെന്ന് പറഞ്ഞൊരു തീരുമാനം 2000 ഞാൻ എടുത്തു. അന്ന് മുതൽ 2022 വരെ എന്നെ നടത്തുന്നത് യേശുവാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞാൻ ഫുൾ ടൈം മിനിസ്ട്രിക്ക് ഇറങ്ങത്തില്ലെന്ന് വെല്ലുവിളിച്ച് നടന്ന എന്നെ പൂർണ്ണ സമയ ശുശ്രൂഷകനായ ദൈവം മാറ്റി. എൻ്റെ സഹോദരനാണ് ആദ്യം ഇറങ്ങിയത്. പക്ഷെ അവൻ ബിസിനസ്സൊക്കെ ചെയ്യാൻ വേണ്ടി അവൻ ബിസിനസ്സുകാരനായി കുറേ വർഷങ്ങൾ ശുശ്രൂഷയൊക്കെ മാറ്റി നിർത്തിയിട്ട് അവൻ ബിസിനസ് ചെയ്യാൻ പോയപ്പോൾ ഞാൻ ഒരിക്കലും ഫുൾ ടൈം മിനിസ്റ്റർ ആകത്തില്ല എന്ന് വെല്ലുവിളിച്ച എന്നെ ദൈവം എൻ്റെ വീട്ടിലെ 1ാമത്തെ ശുശ്രൂഷകനാക്കി മാറ്റി. ഹല്ലേലൂയ. ഒരു പാസ്റ്റർമാർക്കോ പ്രവാചകന്മാർക്കോ എൻ്റെ അപ്പനോ അമ്മയ്ക്കോ വീട്ടുകാർക്കോ നാട്ടുകാർക്കോ കൂട്ടുകാർക്കോ ഒന്നും എന്നെക്കുറിച്ച് ഒരു നല്ല കാര്യം പറയാനില്ലായിരുന്നു. അവർക്കൊന്നും ഒരു നല്ല ഹോപ്പ്, ഒരു പ്രത്യാശ കൊടുക്കാൻ എൻ്റെ ലൈഫിൽ ഇല്ലായിരുന്നു. എല്ലാവരും തള്ളിക്കളഞ്ഞ കല്ല എന്നെ എൻ്റെ ദൈവം തിരഞ്ഞെടുക്കാനിടയായി. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, അനുസരണക്കേട് കാണിച്ച് നമ്മൾ നടക്കുമ്പോഴാണ് നമ്മൾ പോകുന്ന ഇടങ്ങളിൽ പെരുങ്കാറ്റുകൾ അടിക്കപ്പെടും. നമ്മൾ കയറുന്ന സ്ഥലങ്ങൾ, വീടുകൾ, നിലങ്ങൾ, നമ്മൾ പോകുന്നതായ ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ ശപിക്കപ്പെടാൻ കാരണം ഇന്ന് പകൽ ദൈവം നിന്നോട് പറഞ്ഞ പല ആ വാഗ്ദത്തങ്ങൾ, 1ാം സ്ഥാനം ദൈവരാജ്യത്തിന് കൊടുക്കാൻ നിന്നോട് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 1ാം സ്ഥാനം കൊടുക്കാതെ നിന്റേതായ ബുദ്ധിയിലും ശക്തിയിലും നീ മുന്നോട്ട് ഓടിയാൽ നിന്റെ ഈ ബിസിനസ് സ്ഥാപനത്തിനകത്ത് പെരുങ്കാറ്റുകൾ വന്നടിക്കാനിടയാകും. നിന്റെ കുടുംബത്തിനകത്ത് പെരുങ്കാറ്റുകൾ വന്നടിക്കാനിടയാകും. നിന്റെ ജീവിതത്തിലെ പല മേഖലകളിലും പെരുങ്കാറ്റുകൾ അടിക്കാനിടയാകും. എന്നാൽ ഇന്ന് പകൽ അനുസരണത്തോടെ ഞാൻ അടിയൻ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കാൻ നീ തയ്യാറാണെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിനോട് പറയുകയാണ്, നിന്റെ ബിസിനസ് സ്ഥാപനങ്ങൾ, നിന്റെ വ്യക്തിപരമായ ജീവിതങ്ങൾ, നിന്റെ ഭാവി, നിനക്ക് വിരോധമായി പിശാചിട്ടിരിക്കുന്ന സകല മേഖലകളെ ആത്മാവ് തകർത്ത് കളഞ്ഞിട്ട് നിന്നെ ഉന്നതങ്ങളിൽ വാഹനമേറ്റി അയക്കാൻ, നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടുവാൻ, നിന്റെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ, നിന്റെ ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെടുവാൻ, നിന്റെ ജീവിത മേഖലകൾ അനുഗ്രഹിക്കപ്പെടുവാൻ, നിന്റെ ഭാവി അനുഗ്രഹിക്കപ്പെടുവാൻ. ഹല്ലേലൂയ. അതാണ് വചനം പറയുന്നത്. നമ്മൾ അനുസരണക്കേടിന്റെ മക്കളായിരുന്നു. ഞാൻ അനുസരണക്കേട് കാണിച്ച് എൻ്റെ വർഷങ്ങൾ എനിക്ക് നഷ്ടപ്പെട്ടു. പക്ഷേ എന്ന് ഞാൻ അനുസരിക്കാൻ വേണ്ടി എന്നെ ജീവിതത്തിൽ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്തോ, അന്ന് മുതൽ എനിക്ക് പിന്നോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അന്ന് മുതൽ ഇന്ന് വരെ ദൈവത്തിന്റെ ഹൈലി ഫേവറിലാണ് ഞാൻ ജീവിക്കുന്നത്. ദൈവത്തിന്റെ കൃപയിലാണ് ഞാൻ ജീവിക്കുന്നത്. ആ ദൈവത്തിന്റെ കൃപ എൻ്റെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. എന്നെ നടത്തുന്ന ഒരുവനുണ്ട്, എൻ്റെ കരം പിടിക്കുന്ന ഒരുവനുണ്ട്. ഒരിക്കൽ അനുസരണക്കേടിന്റെ മക്കൾ, ഒരിക്കൽ കോപത്തിന്റെ മക്കൾ, ഒരിക്കൽ ജഡത്തിന്റെ പ്രവൃത്തി ചെയ്യുന്നവരായിരുന്നു. എന്നാൽ ഇന്ന് പകൽ ദൈവം നിന്നെ വിളിച്ചിരിക്കുന്ന എന്തിനാ? യോനയെ പോലെ ആകാനല്ല. നിനവയേക്ക് പറഞ്ഞു വിട്ടു. പക്ഷെ നിനവേ പോകേണ്ടവൻ തർശീശിലേക്ക് പോവുകയാണ്. റൂട്ട് മാറുകയാണ്. ഹല്ലേലൂയ. റൂട്ട് മാറുമ്പോൾ ആരെയെല്ലാം ബാധിക്കുന്നത്? അടുത്തിനി പറഞ്ഞിട്ടെ, നീ റൂട്ട് മാറിയാൽ നീ മാത്രമല്ല, നിന്റെ വീട്ടുകാരും നാട്ടുകാരും എല്ലാം അനുഭവിക്കും. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഇത് സാധാരണമായി നിങ്ങൾ തള്ളിക്കളയരുത്. ഒരു വ്യക്തി നിന്റെ വീട്ടിനകത്ത്, ഞങ്ങളുടെ വീട്ടിനകത്ത് പലപ്പോഴും പാസ്റ്റർമാർ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എല്ലാവരും മാനസാന്തരപ്പെടണം. ഞങ്ങൾ 4 പേരും 4 ദിക്കിലായിരുന്നു. അച്ഛനൊരു വഴിക്ക്, ഞാനൊരു വഴിക്ക്, അമ്മയും സഹോദരൻ ഒരു വഴിക്ക്. അവർ രണ്ടുപേരും ശുശ്രൂഷയും പ്രാർത്ഥനയായിട്ട് നടന്നപ്പോൾ ഞാനും എൻ്റെ പിതാവ് ഞങ്ങളെ വഴിക്കായിരുന്നു. പക്ഷേ ഞങ്ങൾ 4 പേരും ഒരുമിച്ച് ആയപ്പോൾ ഒരു സ്ഫോടനമായത് മാറി. ഹല്ലേലൂയ. ഞങ്ങൾ 4 പേരും രക്ഷിക്കപ്പെട്ടു, 4 പേരും അഭിഷേകം പ്രാപിച്ചു, 4 പേരും ബൈബിൾ എടുത്തപ്പോൾ ഈ സഭ ഉണ്ടായി. ഈ ദേശത്തിന്, അല്ലെങ്കിൽ ഹല്ലേലൂയ KFM ഗ്ലോബൽ വർഷിപ്പ് സെന്റർ എന്ന ഒരു വലിയ ട്രസ്റ്റ് ഉണ്ടാകാനിടയായി.
ഒരു വലിയ സഭയ്ക്ക് അതിനൊരു കാരണമായി മാറി. അപ്പം അതുകൊണ്ട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ പറയരുത്, ആ ഭാര്യ, എൻ്റെ ഭാര്യ പ്രാർത്ഥിക്കുന്നുണ്ട്, അത് മതി. എൻ്റെ അമ്മ പ്രാർത്ഥിക്കുന്നുണ്ട്, എനിക്ക് അത് മതി. എൻ്റെ സഹോദരൻ പ്രാർത്ഥിക്കുന്നു, അത് മതി. ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞ വാക്കുകളാണ്. ഹല്ലേലൂയ. എൻ്റെ അമ്മ പ്രാർത്ഥിക്കുന്നുണ്ട്, എൻ്റെ സഹോദരൻ പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രാർത്ഥിക്ക്. പക്ഷെ എന്നാ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, അപ്പോഴാണ് എനിക്ക് വിടുതലായത്. അവരുടെ ഒന്നും കണ്ണുനീരും പ്രാർത്ഥനയും ഒന്നും എൻ്റെ ലൈഫിലൊന്നും. എന്നാൽ എന്ന് ഞാൻ മാനസാന്തരപ്പെട്ട് ദൈവവചനം അനുസരിച്ച് കർത്താവിൻ്റെ കരങ്ങൾ എൻ്റെ ലൈഫ് സമർപ്പിച്ചോ, അന്ന് എൻ്റെ ലൈഫിൽ വിടുതലായി. അതുകൊണ്ട് നീ നിന്റെ വീട്ടിനകത്ത് എൻ്റെ ഭാര്യ അങ്ങ് പ്രാർത്ഥിച്ചോളാം, നീ പ്രാർത്ഥിക്കേ, നിന്നെ ദൈവം ഏൽപ്പിച്ച നീ അങ്ങ് ചെയ്യും. അപ്പം നിങ്ങളുടെ കാര്യം എന്താ? ഹല്ലേലൂയ. നിങ്ങൾ പൂർണ്ണമായി അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നിന്റെ വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ 4 പേരും ഒരു മനസ്സുള്ളവരായി, ഐക്യതയുള്ളവരായി പ്രാർത്ഥിക്കുമ്പോഴാണ് അവിടെ വലിയ സ്ഫോടനങ്ങൾ സംഭവിക്കുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ചില വീടുകളിൽ ഭാര്യമാർ, ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പെട്ടെന്ന് രക്ഷിക്കപ്പെടും. പെട്ടെന്ന് അവർ ബലഹീന പാത്രങ്ങളായതുകൊണ്ട് പെട്ടെന്ന് ഭർത്താവിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഇടിവിൽ നിന്ന് അവർ മാനസാന്തരപ്പെടാൻ അവർക്ക് വളരെ ഈസിയാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു വീടിൻ്റെ തല പുരുഷനാണ്. ആ വീടിൻ്റെ തല എന്ന് പറയുന്നത്, ആ ദൈവം അനുഗ്രഹിക്കുന്നത് ഒരിക്കലും സ്ത്രീയിലൂടെ അല്ല, ആ വീട്ടിലെ ഗൃഹനാഥനെ ദൈവം തൊടും. ഹല്ലേലൂയ. ആ വ്യക്തി മാനസാന്തരപ്പെട്ടാൽ മാത്രമേ, ആ വ്യക്തി ദൈവസന്നിധിയിൽ മുഴങ്കാലം മടക്കിയാൽ മാത്രമേ, ആ വ്യക്തി യേശുവിനെ രക്ഷിതായി സ്വീകരിച്ചാൽ മാത്രമേ ആ വീടിന് അനുഗ്രഹം ഉണ്ടാകത്തുള്ളൂ. ആ വീടിൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ, ആ കുടുംബം അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ. അപ്പോൾ ഒരു സഹോദരി കരമടിക്കുന്നവരുണ്ട്, എന്നാൽ ഈ സൈഡിൽ നോക്കുമ്പോൾ പല പുരുഷന്മാരും കരമൊന്നും അടിക്കാതെ മയിൽക്കുറ്റി പോലെ വന്നിരിക്കുന്നത് കാണാം. ഹല്ലേലൂയ. എന്താ അതിന് കാരണം? സഹോദരിമാർക്ക് ആഗ്രഹമുണ്ട്, ഞാനും എൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കണം. ഹല്ലേലൂയ. പക്ഷേ സഹോദരന്മാർ പലരും യേശുവിനെ വേണമെന്നില്ല, കൈയടിക്കുന്നത് നാണക്കേടായിരിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, നീ സഹോദരി കരമടിച്ച് ആരാധിക്കുന്നതിനേക്കാൾ ഉപരി ഇതിനകത്തുള്ള പുരുഷനായ നീ കരമടിച്ചാലേ നിന്റെ തലമുറ വിടുവിക്കപ്പെടൂ. നീ ദൈവത്തിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചാലേ നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടൂ. നീയാണ് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത്, നീയാണ് മാർഗദർശിയായി മാറേണ്ടത്, നീയാണ് മാതൃക കാണിച്ചു കൊടുക്കേണ്ടത്. നിന്റെ തലമുറയ്ക്കും നിന്റെ കുടുംബത്തിനും മാതൃകയാകേണ്ടത് ആ വീട്ടിലെ ഗൃഹനാഥനാണ്, പുരുഷന്മാരാണ്. ഹല്ലേലൂയ. ഇത് പാവപ്പെട്ട സഹോദരിമാർ ഇവിടെ ഒന്ന് കൈയടിച്ച് ആരാധിച്ച് നൃത്തം ചെയ്യുമ്പോൾ ചില സഹോദരങ്ങൾ നോക്കിക്കൊണ്ട്, എന്നിട്ട് വീട്ടിൽ ചെന്ന് എന്തിനാ അവിടെ കിടന്ന് അവരുടെയൊക്കെ ഇടയിൽ ചുമ്മാ ചാടി ഡാൻസ് കാണിച്ച്, ഞാൻ നിന്നെ കല്യാണം കഴിക്കുമ്പോൾ ഭരതനാട്യം ഒന്നും നീ പഠിച്ചിട്ടില്ലല്ലോ എന്ന് എൻ്റെ അച്ഛൻ ചോദിച്ചു, എൻ്റെ അമ്മയോട് ചോദിച്ചതുപോലെ. വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അമ്മയുടെ ആരാധന കണ്ടിട്ട് എൻ്റെ അച്ഛൻ വന്ന് ആദ്യമായിട്ട് ഗൾഫിൽ നിന്ന് വന്ന് ഇറങ്ങിയപ്പോൾ ആത്മാവിൽ ആരാധിക്കുന്ന ഒരു കൂട്ടായ്മയിൽ കാല് പിടിച്ച് കൊണ്ടുപോയി. അച്ഛൻ നോക്കിയപ്പോൾ ഭയങ്കര ഡാൻസും നൃത്തവും കാര്യങ്ങളും. അപ്പോൾ എൻ്റെ പിതാവ് ചോദിച്ചു, ഞാൻ കല്യാണം കഴിച്ചപ്പോൾ നിനക്ക് ഈ ഡാൻസ് ഒന്നും അറിഞ്ഞുകൂടായിരുന്നു? ഈ പെന്തക്കോസുകാരുടെ കൂടി നീ ഡാൻസ് എല്ലാം പഠിച്ചു. പക്ഷേ പിന്നീട് എൻ്റെ അമ്മ ഡാൻസ് ചെയ്യുന്നതിനേക്കാൾ സൂപ്പറായിട്ട് എൻ്റെ അച്ഛൻ ആരാധിക്കും. സ്തോത്രം. എൻ്റെ അച്ഛൻ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ നേരെ പോയി സ്വീകരിക്കാൻ പോയത് എൻ്റെ കൊച്ചച്ചന്മാരാണ്. എന്തിനാണെന്നറിയാം? ചെന്ന് നേരെ തറവാട്ടിൽ കൊണ്ടുപോയി. തറവാട്ടിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞു, നിന്റെ ഭാര്യയും മക്കളും പെന്തക്കോസുകാരായി. അച്ഛൻ ഞെട്ടി. പെന്തക്കോസുകാരായി എന്നൊക്കെ പറഞ്ഞപ്പോൾ അച്ഛൻ അങ്ങ് ഞെട്ടി, ബോധം കെട്ടിരിക്കുകയാണ്. അദ്ദേഹം അങ്ങ് മരിച്ചവനെ പോലെ അത് എന്നിട്ട് പറഞ്ഞു കൊടുത്തു, പെട്ടെന്നൊന്നും നീ ചെന്ന് പറഞ്ഞാലൊന്നും മാറുന്നവരല്ല. 2 വർഷം കൊണ്ട് നാട്ടുകാരും വീട്ടുകാരും ഞങ്ങളൊക്കെ അടിച്ചു ഉപദ്രവിച്ചും ചീത്ത പറഞ്ഞും ഭീഷണിപ്പെടുത്തിയിട്ടൊന്നും തള്ളയും മക്കളും മാറിയിട്ടില്ല. അതുകൊണ്ട് വളരെ ഒരു ബുദ്ധിയോടെ ചെന്ന് കാര്യങ്ങൾ അവതരിപ്പിക്കണം എന്ന് പറഞ്ഞാൽ അച്ഛനെ നേരെ വീട്ടിൽ കൊണ്ടുവന്നു. അച്ഛൻ വന്നു, നിങ്ങളെങ്ങനെയാണ് മാനസാന്തരപ്പെടുത്തി ഈ അവസ്ഥയിലായത് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെയൊക്കെ അവസ്ഥ പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞ കാര്യമാണ്, ആഫ്രിക്കൻ കൺട്രികളിലും എല്ലാ രാജ്യങ്ങളിലും എവിടെ ബസ് സ്റ്റാൻഡിൽ വരെ എത്രയോ പേര് ആഹാരം ഇല്ലാതെ പട്ടിണി കിടക്കുന്നു. അവരാരും യേശുവിനെ കണ്ടില്ല. പിന്നെ നിങ്ങളെങ്ങനെ യേശുവിനെ കണ്ടു? അപ്പോൾ അവരോടൊന്നും ഇല്ലാത്ത സ്നേഹം നിങ്ങളോടെ മാത്രം യേശുവിനുണ്ടായോ എന്ന് ചോദിച്ചു. അപ്പോൾ അതിൻ്റെ ചോദ്യമാണ്, ഞങ്ങൾക്ക് ഒരു ഉത്തരവില്ല. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് അറിയില്ല, അവരെ കാര്യം ഞങ്ങൾക്കറിയത്തില്ല, പക്ഷേ ഞങ്ങൾ യേശുവിനെ കണ്ടു. ഹല്ലേലൂയ. പിന്നെ അങ്ങോട്ട് ക്രൂരമായ ഉപദ്രവങ്ങളുടെ ദിവസങ്ങളായിരുന്നു. എൻ്റെ പിതാവും ഈ ഓനെ പോലെ തന്നെ കർത്താവിൻ്റെ വചനം പറഞ്ഞു പല പാഷന്മാരും. എൻ്റെ അച്ഛൻ വന്നതിന് ശേഷം ഒരു പാഷന്മാരും ഞങ്ങൾ വീട്ടിൽ വരത്തില്ല. പ്രൈസ്, ആരും വരത്തില്ല. 1-2 വർഷക്കാലം ഞങ്ങളുടെ വിശ്വാസം ഭയങ്കര പ്രതികൂലത്തിലാണ്. ഒളിച്ചും പാത്തും ഒക്കെയാണ് പോകുന്നത്. അച്ഛൻ്റെ കയ്യിൽ അഗസ്ത്യാർകൂടത്തിൽ പോയിട്ട് ഒരു 7 ദിവസം ഞാൻ ഒരു മരത്തിനെ ചുറ്റി മന്ത്രമൊക്കെ ചെയ്ത് ഒരു വടിയുണ്ട്, ഒരു നല്ല ചുവന്ന ഒരു വടി, ദണ്ഡ പോലെ തിരിക്കും. അപ്പോൾ അതുകൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ എന്ത് ഭയങ്കര ഇതാണെന്നൊക്കെ പറഞ്ഞ് വെട്ടിക്കൊണ്ട് വന്നത് അവിടെ നിന്ന്. ആ വടി കൊണ്ടാണ് എൻ്റെ അമ്മ അടിക്കുന്നത്. ആ വടിയെടുത്ത്
അമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ആ ക്രൂരമായിട്ട് ആ വടി ഒടിയുന്നവരടിച്ചു. എത്രയോ പ്രാവശ്യം ദണ്ഡ കൊണ്ട് അടിച്ചിട്ടുണ്ട്. ചവിട്ട്, അടി, ഉപദ്രവങ്ങൾ. കാല് മടക്കി നീ ക്രിസ്ത്യാനിയായി എല്ലടി എന്ന് ചോദിച്ചിട്ട് ആദ്യമായിട്ട് കൊണ്ടുവന്ന് ആ ചോറ് കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ കാല് മടക്കി ആരാധിച്ച് പ്രാർത്ഥിച്ച് ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഇരുന്നിട്ട് എൻ്റെ ആ കൈ കൊണ്ട് എനിക്ക് ചോറ് വേണ്ടെന്ന് പറഞ്ഞ് കാല് മടക്കി അടിച്ചിട്ട് വരും. അങ്ങനെ ചോറ് പാത്രങ്ങളൊക്കെ തെറിയും. 2 വർഷക്കാലം പിന്നെ എൻ്റെ അമ്മയും ഞങ്ങൾ അനുഭവിച്ചത് ചെറിയ കാര്യങ്ങളല്ല. അതിഭയങ്കരമായ ചീത്തവിളിയും അടിയും ഉപദ്രവവും. ബൈബിള് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബൈബിളിനെ വലിച്ച് കീറി എറിഞ്ഞിട്ട് ഒരു ദിവസം ഇറങ്ങിപ്പോയി. പ്രൈസലോ. പോയിട്ട് തിരിച്ച് ഒരു കോള് വന്നു, അച്ഛൻ മെഡിക്കൽ കോളേജിൽ കിടക്കുന്നു. അദ്ദേഹം പോയ വഴിക്ക് ഒരു സൈക്കിളിൽ പോയതാണ്. പക്ഷേ സൈക്കിളിൽ പിന്നെ ആക്സിഡൻ്റ് എന്നല്ല ഡോക്ടർമാർ പറഞ്ഞത്, ഇത് ഏതോ ലോറി ഇടിച്ചതുപോലെ ഉണ്ടല്ലോ എന്ന്. എന്നിട്ട് പുള്ളി സൈക്കിളിൽ കയറി ഒരു ഇറക്കമാണ്. ഞാൻ ഇറങ്ങി പോയത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ അദ്ദേഹം ഈ മണ്ണിൽ ഇങ്ങനെ കിടക്കുകയാണ്. അദ്ദേഹത്തെ എടുത്തുകൊണ്ടുവന്ന് നേരെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അവിടെ മുഖത്തിൻ്റെ ഷേപ്പ് എല്ലാം മാറി ഇങ്ങനെ കിടക്കുന്നു. അപ്പം ഞങ്ങൾ 3 പേരും കൂടെ ചെന്നു. അപ്പം മെഡിക്കൽ കോളേജിൽ ആരെങ്കിലും കൊണ്ടു ചെന്നുള്ള അവസ്ഥ അറിയാമല്ലോ. 1 മണിക്കൂർ കഴിഞ്ഞാലും ഒരു ഡോക്ടർമാർ മൈൻഡ് ചെയ്തില്ല. അപ്പം സംസാരിക്കാനൊന്നും വയ്യ, എല്ലാം പോയി. ഇവിടുത്തെ താടിയെല്ലൊക്കെ ഇളവി ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചു. പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഒറ്റ പ്രാർത്ഥന, ആ മുറിവുകളെല്ലാം ഉണങ്ങി. അത്ഭുത സൗഖ്യം. ഹല്ലേലൂയ. എന്നിട്ടും പുള്ളിക്ക് ഈഗോ കാരണം ഭയങ്കര ദുരഭിമാനിയാണ്. വെളിയിലൊന്നും കാണിക്കൂല. എന്ത് ചെയ്യുന്നത്? നേരെ വന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയും ഉപദ്രവങ്ങളും ചീത്തവിളിയും ബഹളവും ഒക്കെ ആയി. അങ്ങനെ ഇരുന്ന് വേറൊരു ദിവസം അദ്ദേഹം എന്ത് ചെയ്യുന്നു? വീണ്ടും ഒരു ദിവസം അമ്മ പ്രാർത്ഥിച്ചുകൊണ്ട് അടിച്ചിട്ട് ഇറങ്ങിപ്പോയി. ഇടത്തെ കൈ കൊണ്ട് അങ്ങനെ അടിച്ചിട്ട് ഇറങ്ങിപ്പോയി. ഒരു ബുള്ളറ്റിൽ വേറൊരാളുടെ കൂടെ കൊട്ടാരക്കര പോയ കൊട്ടാരക്കര അവിടെ വെച്ച ഒരു ആക്സിഡൻ്റായി ഈ കൈ അങ്ങ് ഇളകിപ്പോയി. അവിടെ നിന്ന് വിളിക്കുന്നു, കൊട്ടാരക്കര ഞാൻ ആശുപത്രി കിടക്കുകയാണ്, എൻ്റെ ഒരു കൈ ഇളകിപ്പോയി. അപ്പോൾ വെളിയിൽ വീട്ടിൽ വന്ന് കയറിയത് മുണ്ടും ഞാൻ വീട്ടിലോട്ടാണ് പോകുന്നത്. അടിച്ചിട്ട് പോയതാ. നാണം. എന്നാലും ഒന്നും വിടാതെ വലിയ ഗൗരവത്തോടെ വന്നിരുന്നു. നിങ്ങളുടെ ദൈവം ഒന്നും ചെയ്തൊന്നും അല്ല, അമ്മയും മക്കളും സന്തോഷിക്കണ്ട, ഞാൻ വിടുന്നവനല്ല. ചന്ദ്രൻ ജീവിച്ചിരിക്കുമ്പോൾ ചന്ദ്രൻ്റെ ഭാര്യയും മക്കളും ബന്ധക്കോസുകാരാക്കത്തില്ല. ഏത് ബന്ധക്കോസ്? ഇത് ഒരു ഇടങ്ങഴി പിന്നെ നെല്ലുകൊണ്ട് നെട്ടുകൊടുത്ത പതിരാക്കി തരുന്ന കുറെ ബന്ധക്കോസുകാരെ ഞാൻ റാന്നിയിൽ കണ്ടിട്ടുണ്ട് പണ്ട്. ഇവിടെ എൻ്റെ വീട്ടുകാരങ്ങനെ ബന്ധക്കോസുകാരാവണ്ട എന്നൊക്കെ പറഞ്ഞ് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നിന്റെ ഒന്നും ആരാധനയ്ക്കും ഈ ക്രിസ്ത്യാനിയാകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഈ പ്ലാസ് ഇട്ടുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞു, ഇവിടെ കരിസ്മ ഫയർ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു വിട്ടത് ഇത് ഒരിക്കലും യോജിക്കില്ലെന്നാണ്. കാരണം ഒരിക്കൽ ഊരിപ്പോയി കഴിഞ്ഞാൽ ഇത് ഇളകി പിന്നെ ഇളകിക്കൊണ്ടിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഡാഡിയോട് പറഞ്ഞു, ഞാനും ഡാഡി അന്ന് ഭയങ്കര കമ്പനിയാണ്. ഞാൻ അടിക്കാനും ഉപദ്രവിക്കാനും ചീത്ത വിളിക്കാനൊക്കെ ഞാൻ ചെറുതായിട്ട് സപ്പോർട്ട് കൊടുക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇത് ദൈവത്തിൽ നിന്നുള്ള പടിയാണ്. അമ്മ ഇവിടെ നിന്ന് കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചതുകൊണ്ടാണ്. ഓ ആണല്ലേ. അവിടെ ഒരു കരിസ്മ ഫയറിൽ ഒരു ജോൺസൺ എന്ന് പറയുന്ന ബെമേർഗീസ് ഫാഷയുടെ ഒരു മോൻ അന്ന് വരുന്നുണ്ട്. അവിടെ പോയി ആരും അറിയാതെ ഇരുന്നാൽ ചിലപ്പോൾ സൗഖ്യം കിട്ടുമെന്ന് പറഞ്ഞു. പുള്ളി ആരും അറിയാതെ ഇവിടെ കരിസ്മയിൽ വന്ന് 7ാമത്തെ ബെഞ്ചിലിരുന്നു. അപ്പോൾ ജോൺസൺ പാഷ് മെസ്സേജ് പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ 7ാമത്തെ ബെഞ്ചിൽ കൈ ഊരിപ്പോയ ഒരാളിനെ ദൈവം തൊടുന്നു. ഒറ്റ സ്പർശനം. പുള്ളി അങ്ങ് സൗഖ്യമായി. അപ്പോൾ 2 വിടുതലായി. അപ്പോൾ എന്നിട്ടും പുള്ളി പഠിക്കുന്നില്ല. പുള്ളിക്ക് ഒരു താല്പര്യമില്ലല്ലോ. അങ്ങനെ ഭയങ്കര വിഷയമായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നാട് പിന്നെ 12 ദിവസത്തെ ഉത്സവത്തിൻ്റെ 12ാമത്തെ ദിവസം ഊരുചുറ്റില്ലെന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, ഊരുചുറ്റല്. അപ്പോൾ ഈ ഊരുചുറ്റ് വരുമ്പോൾ ഈ ആന അമ്പാരി ഇതെല്ലാം എഴുന്നള്ളുന്നൊരു സംഭവമുണ്ട്. അപ്പോൾ ഞങ്ങളാണ് എല്ലാ വർഷവും കളങ്കാവലും മറ്റേ ഇതൊക്കെ വരും. മറ്റേ പച്ചപ്പന്തിര് കെട്ടി പിന്നെ നിറവറയും നിലവിളക്കൊക്കെ ഫ്രണ്ടിൽ വയ്ക്കും. 4 കൂടി ജംഗ്ഷനിലെ വീടാണ്. യേശുവിനെ അറിഞ്ഞതിന് ശേഷം അതൊന്നും വയ്ക്കുന്നില്ല. അന്ന് പിന്നെ ആ ക്ഷേത്രത്തിൽ പിന്നെ മതപ്രസംഗം നടന്നപ്പോൾ ആയിരക്കണക്കിന് ആൾക്കാരെ അവിടെ കൂടിയിരുന്നതിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് ചന്ദ്രൻ്റെ പിന്നെ നമ്മുടെ റോസ് ചന്ദ്രനും കുടുംബവും അമേരിക്കയിൽ നിന്ന് പൈസ വാങ്ങിച്ചുകൊണ്ട് പെന്തക്കോസുകാരായിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് അവരെ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തണമെന്ന് പബ്ലിക്കിൽ ആയിരക്കണക്കിന് ആൾക്കാർ കേൾക്കാതെ വിളിച്ചു പറയുക. അപ്പോൾ ഒരുപാട് കേസുകളുണ്ട്. അപ്പോൾ ഇത് കേട്ടത് അച്ഛൻ്റെ ഹൃദയം അങ്ങ് ഭയങ്കര നാണക്കേടായി. അദ്ദേഹം വന്ന് അന്നും ഞങ്ങളെ ഒരുപാട് ഉപദ്രവിച്ചു, ചീത്ത വിളിച്ചു. ഇനി മരിക്കണമെന്നുള്ളവരായി ഭയങ്കര ഇതായി. നമുക്ക് ഒരുമിച്ച് മരിക്കാം. ഒരുമിച്ച് ജീവിക്കുന്നെങ്കിൽ ഇനി ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാൻ പറ്റത്തില്ല. ഒരുമിച്ച് ജീവിക്കണമെന്നുണ്ടെങ്കിൽ, എൻ്റെ കൂടെ ഒരുമിച്ച് ജീവിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് പരിപാടി നിർത്തണമെന്ന് പറഞ്ഞു. അന്ന് നിവർത്തിയില്ലാതെ
ഞാൻ എൻ്റെ പിതാവിനോട് എന്നെ ദൈവം ഉപയോഗിച്ചാണ് ഞാൻ കംപ്ലീറ്റ് പൂർണ്ണമായി മാനസാന്തരപ്പെട്ട് ഞാൻ തികഞ്ഞ ആളായിട്ടെന്നല്ല. പക്ഷെ അന്ന് ഞാൻ അറിയാതെ പറഞ്ഞു, നമുക്കൊരു 10 ദിവസം ഒരു പവർ കോൺഫറൻസ് ഉണ്ട് പരസ്യവയ്ക്കല്. ആ പരസ്യവയ്ക്കലിൽ 10 ദിവസത്തെ പവർ കോൺഫറൻസ് നമുക്ക് പോവാം. അവിടെ ചെന്ന് ഇരുന്നിട്ട് അച്ഛന് ഒരു അനുഭവം ഉണ്ടായില്ലെങ്കിൽ ഞങ്ങൾ തിരിച്ചു വരാം, നമ്മൾ തിരിച്ച് ഹിന്ദുവിലോട്ട് വരാം. അപ്പോൾ ഡാഡി ഇങ്ങനെ പറഞ്ഞു, ശരി ഓക്കെ. എടാ ചന്ദ്രനെ വെല്ലുവിളിക്കാനൊന്നും ഇവിടെ ഒരുത്തനും ആയിട്ടില്ല. എല്ലാവരെയും വിളിച്ചു പറഞ്ഞു, ദേശം നാട്ടുകാരെ ബന്ധുക്കളെ എല്ലാവരെയും ക്ഷേത്രക്കാരെ എല്ലാം വിളിച്ചു പറഞ്ഞു, ഇവൻ്റെയൊക്കെ കൂടെ 10 ദിവസം ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഞാൻ പോവുകയാണ്, തുള്ളക്കാരുടെ ഇടയിൽ ഞാൻ പോവുകയാണ്. അവിടെ പോയിട്ട് 10ാമത്തെ ദിവസം ഞാൻ വരും, എൻ്റെ ഭാര്യയും മക്കളെയും കൊണ്ട് നേരെ ഈ ക്ഷേത്ര നടയിൽ വരും എന്ന് എല്ലാവരും വിളിച്ചു പറഞ്ഞു. എന്താവുമെന്നും ഒരു പിടിയില്ല. പെട്ടെന്ന് ഒരു ചലഞ്ച് ചെയ്തതാണ്, വെല്ലുവിളിച്ചതാണ്. അച്ഛനെ കൊണ്ടുപോയി, ഞാനുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്. ഷിജു അന്ന് ആന്ധ്രയിലെങ്ങാനും മീറ്റിങ്ങിന് പോയി. അപ്പോൾ ഞങ്ങളവിടെ ചെന്ന് 10ാമത്തെ ദിവസം അത് ഏറ്റവും ബാക്ക് സൈഡിൽ അച്ഛൻ ഇങ്ങനെ കൈ കെട്ടി മീശയൊക്കെ പിരിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അടുത്തിരിക്കുന്ന ആൾക്കാർ ഫ്രണ്ട് ഇത് ആരാണ് ഇരിക്കുന്നത്, ഈ മീശയൊക്കെ ഇങ്ങനെ ആക്കുമ്പോൾ മീശയൊക്കെ ഇങ്ങനെ ആക്കി ആരും മൈൻഡ് ചെയ്യാതെ മെസ്സേജൊക്കെ പറയുമ്പോൾ ഒരു പുലുക്കവും ഇല്ല ചലനവും ഇല്ലാതെ ഇരിക്കുന്ന ഒരാൾ. ഓരോ ദിവസം ഭാഷന്മാരൊന്ന് ചോദിക്കും ഇത് ആരായിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ എൻ്റെ അച്ഛന് വേണ്ടി ഞങ്ങൾ 100 പേര് വെളിയിലിരുന്ന് പ്രാർത്ഥിക്കാൻ. റോസ് ചന്ദ്രൻ മാനസാന്തരം പറയണം, യേശുവിനെ അറിയണം, കർത്താവ് തൊടണം, ഇതെല്ലാം പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ 10ാമത്തെ ദിവസം 8 ദിവസമായിട്ടും എൻ്റെ അച്ഛന് ഒരു മാറ്റവും ഇല്ല. എൻ്റെ അച്ഛൻ്റെ അടുത്ത് ഒരു പാരമ്പര്യ ക്രിസ്ത്യാനിയായ ഒരു വ്യക്തി, ഒരു അധ്യാപകൻ വന്നിരുന്നു. അദ്ദേഹം മുഖമ്പം മീശക്കാരനാണ്. എൻ്റെ അച്ഛൻ പറഞ്ഞു, നിങ്ങളൊരു അധ്യാപകനല്ലേ, നിങ്ങൾക്ക് ഒരല്പം ഒരു ചിന്തിക്കാനുള്ളൊരു ബോധവും ബുദ്ധിയൊന്നുമില്ലേ? എത്രയോ പിള്ളേരെ പഠിപ്പിക്കുന്ന ആളാണ്. ഈ തുള്ളക്കാരും ഈ ആട്ടവും ചാട്ടവും കിടക്കണ ഈ ഭ്രാന്തന്മാരുടെ ഇടയിൽ നിങ്ങൾ എന്തിനാണ് വന്നിരുന്നത്? അദ്ദേഹം പറഞ്ഞു, എൻ്റെ വീട്ടുകാർ നിർബന്ധിച്ചുകൊണ്ട് വന്നിരുന്നതാ, എനിക്ക് അത്ര വലിയ വിശ്വാസമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ രണ്ടും കൂടെ ജോയിൻ്റായി, കൂട്ടായി. ഇവരങ്ങനെ മസിലൊക്കെ പഠിപ്പിച്ച് അവിടെ ഇരുന്ന് കളിയാക്കി പുച്ഛിച്ച് അവിടെ ആരാധന നടക്കുമ്പോൾ ദൈവദാസന്മാർ എൻ്റെ അച്ഛൻ്റെ അടുക്കെന്ന് പറയും, ബ്രദറെ ഒന്ന് കണ്ണെന്ന് അടയ്ക്കണം. അപ്പോൾ അച്ഛൻ പറയും, ഞാനൊരു ഒറ്റ കുത്തിയാൽ നിന്റെ കണ്ണടഞ്ഞു പോകും, അതുകൊണ്ട് എൻ്റെ അടുത്ത് നീ വരണ്ട, വെറുതെ മാറിയിരിക്കാൻ പറയും. അപ്പോൾ ഒന്ന് കറണ്ട് അടിച്ച പോലെ തോന്നുന്നുണ്ടോ, ഉറുമ്പ് കടിച്ച പോലെ വല്ലതും തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ഒരടി തന്നാൽ നിനക്ക് കറണ്ടും അടിക്കും ഉറുമ്പും കടിക്കും. അതുകൊണ്ട് എൻ്റെ അടുത്ത് ആരും എന്നെ ഒന്ന് നിങ്ങളെ പരിപാടി നിങ്ങൾ നോക്കിയോ, ഞാനിവിടെ വന്നത് നിങ്ങളെപ്പോലെ ചാടാനും തുള്ളാനും ഇല്ല, ഞാൻ എൻ്റെ ഭാര്യയും മക്കളെ മടക്കി കൊണ്ടുപോകണം, അതിനാണ് വന്നത് ഞാൻ. അങ്ങനെ 8 ദിവസം അവിടെ വെല്ലുവിളിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ 8 ദിവസം കഴിഞ്ഞ് 9ാമത്തെ ദിവസം ഏറ്റവും അവസാനത്തെ ആരാധനയാണ്. അപ്പോൾ എന്ത് ചെയ്യുമെന്നറിയില്ല. കാരണം ഇദ്ദേഹത്തിന് ഒരു മാനസാന്തരമില്ലാതെ ഇത്ര വെല്ലുവിളിച്ചത് കൊണ്ട് തിരിച്ച് മടങ്ങി ഇതേ സ്ഥലത്ത് ഇദ്ദേഹത്തിൻ്റെ കൂടെ കഴിഞ്ഞ വർഷങ്ങളായിട്ട് വെല്ലുവിളിച്ചുകൊണ്ട് കുടുംബ സ്ഥലങ്ങളിലൊന്നും കയറാതെ മാറി നിൽക്കുന്ന ഞങ്ങൾക്ക് വീണ്ടും അതേ സ്ഥലത്ത് കയറേണ്ടി വരുമോ എന്നൊരു ഭയം ഞങ്ങളെ മൂടി. ഞങ്ങളെല്ലാവരും നാണിച്ചു, അല്ലെങ്കിൽ ഭയപ്പെട്ടു, പേടിച്ചിരിക്കുമ്പോൾ 9ാമത്തെ ദിവസം ലാസ്റ്റ് വർഷിപ്പ് നടക്കുമ്പോൾ എൻ്റെ അച്ഛൻ അന്നും പതിവ് പോലെ ഏറ്റവും അവസാനത്തെ ആരാധനയാണ്, ഇതോടുകൂടി എൻ്റെ കൂടെ വന്നോളൂ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അവിടെ ഏറ്റവും ബാക്കി നിൽക്കുക. ഞാൻ 2-3 പ്രാവശ്യം നോക്കി, ഒരു അനക്കവും ഇല്ല. ഭയങ്കര ഒരു ദൈവശക്തി പെട്ടെന്ന് വന്നിറങ്ങി. എല്ലാവരും ലാസ്റ്റ് ആരാധന എന്ന് പറഞ്ഞാൽ തീവാറുന്ന ഒരു ആരാധന നടക്കുകയാണ്. എല്ലാ ഫ്രണ്ടിൽ നിന്ന ആൾക്കാരെല്ലാം CSAക്കാരാണ്. എല്ലാവരും അഭിഷേകം പ്രാപിച്ച് അന്യഭാഷ പറഞ്ഞ് ആത്മനിറവിൽ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ എൻ്റെ അച്ഛനെ കാണാനില്ല. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ പിതാവ് കൈകെട്ടി കണ്ണടയ്ക്കാതെ നോക്കി ചിരിച്ചുകൊണ്ട് നിന്ന് എൻ്റെ പിതാവ് കണ്ണടച്ചത് മാത്രമേ അദ്ദേഹത്തിന് അറിയൂ. പെട്ടെന്നൊരു ദൈവശക്തി വന്നിട്ട് എൻ്റെ പിതാവിനെ എടുത്ത് ഫ്രണ്ടിലോട്ട് എറിഞ്ഞു. ഏറ്റവും ബാക്കിൽ നിന്ന് ആരാധിക്കാതെ നിന്ന എൻ്റെ പിതാവ് ഏറ്റവും ഫ്രണ്ടിൽ വന്ന് കിടന്ന് ആരാധിച്ച് 25 പേര് പിടിച്ചിട്ട് നിൽക്കുന്നില്ല. അന്ന് 12 മണിയായപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും ഒരുമിച്ച് സ്നാനപ്പെട്ടു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഞങ്ങളെ കുടുംബമായി ഞങ്ങൾ തിരിച്ച് മടങ്ങി വന്നപ്പോൾ എൻ്റെ അച്ഛനോട് ചോദിച്ചു, ചന്ദ്ര നിന്റെ ഭാര്യയും മക്കളെയും കൊണ്ടുവാ. അപ്പോൾ പറഞ്ഞു, ഞാൻ എൻ്റെ ഭാര്യയുടെയും മക്കളെയും കൂടെ അങ്ങ് കൂടി. ഇപ്പൊ യേശു എൻ്റെ ദൈവമായി മാറി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഒരു കുടുംബം മുഴുവനും യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് മാനസാന്തരമില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് പാപികളായി ശാപം പിടിച്ചവരായി യോഗ്യതയില്ലാതെ തകർന്ന ജീവിതം നയിച്ച ഞങ്ങളുടെ കുടുംബത്തെ ദൈവം ഒരുമയുള്ളവരാക്കി മാറ്റി. ഹല്ലേലൂയ, സ്തോത്രം. ഞങ്ങൾ ഇന്ന് കുടുംബമായി ദൈവത്തെ ആരാധിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ എങ്ങനെ കടന്ന കുടുംബമായി, ഇതൊന്നും ഞങ്ങളുടെ സ്വപ്നത്തെ പോലും ഇല്ലാത്ത കാര്യങ്ങളാണ്. ഞങ്ങൾ ഇന്ന് ആരായി തീരാനുള്ളതെന്ന് അറിയാമോ? വെറും ഈ ഭൂമിയിലെ ലോകത്തിലെ മ്ലേച്ഛതകൾ ചെയ്ത് ജീവിക്കേണ്ട, വെറും ലോക്കൽസ് ആയിട്ട് ജീവിക്കേണ്ട ഞങ്ങളെ ഇന്റർനാഷണൽ ലെവലിൽ ഹല്ലേലൂയ ചേഞ്ച് ചെയ്ത് ദൈവം ഞങ്ങളെ ഓണർ ചെയ്തെങ്കിൽ ഈ ദൈവം ഇന്ന് പകൽക്കാലം
യോനയെ പോലെ അനുസരണക്കേടിന്റെ മക്കളായി നിങ്ങൾ ജീവിക്കാതെ, ജഡീകരായി ജീവിക്കാതെ, ഈ ലോകപ്രകാരം ജീവിക്കാതെ, യേശുവിന് വേണ്ടി ജീവിപ്പാൻ ഇന്ന് പകൽ നിങ്ങൾ എത്ര പേര് കുടുംബമായി തീരുമാനമെടുക്കുന്നു? നിങ്ങളുടെ തീരുമാനത്തിലാണ് എൻ്റെ പിതാവ് മാനസാന്തരപ്പെട്ടപ്പോഴാ ഞങ്ങളുടെ ജീവിതം മാറിയത്, ഞങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടത്. അതുപോലെ ഹല്ലേലൂയ, കുടുംബമായി ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ദൈവം നിങ്ങളെ സഹായിക്കും. ഹല്ലേലൂയ. നമുക്ക് വളരെ വേഗത്തിൽ 1-2 വാക്യങ്ങൾ വായിക്കാം. എഫേസ്യർ 2:3 നേരത്തെ വായിച്ചായിരുന്നു, അത് പെട്ടെന്ന് വായിച്ചോ. എഫേസ്യർ 2:2 പറയുന്ന അനുസരണക്കേടിന്റെ മക്കളായിരുന്നു. എഫേസ്യർ 2:3 വായിക്കാം. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു, ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായുള്ളത് ചെയ്തും കൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ആരായിരുന്നു? കോപത്തിന്റെ മക്കളായിരുന്നു, അഹങ്കാരികളായിരുന്നു, നിഗളികളായിരുന്നു, കോപിഷ്ഠരായിരുന്നു. കോപം മുഖാന്തരം ഒരു സമൂഹത്തെ വരെ വെറുപ്പിച്ചവരായിരുന്നു ഞങ്ങളൊക്കെ കോപം കാരണം. എൻ്റെ പിതാവ് ഒരു ഭയങ്കര കോപിഷ്ഠക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ കോപം കാരണം ഞങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പൊ കോപം മുഖാന്തരം കോപിഷ്ഠരായിരുന്നു നമ്മൾ. ഹല്ലേലൂയ. സമൂഹത്തിനകത്ത് കോപിഷ്ഠരായിരുന്നു, ജഡീകന്മാരായിരുന്നു. അങ്ങനെ നടന്ന നമ്മെ എല്ലാവരെയും ദൈവം പുറത്തു കൊണ്ടുവന്നു. വായിച്ചോ. എഫേസ്യർ 2:1 വായിച്ചേ. പാപങ്ങളാലും മരിച്ചവരായിരുന്നു. എന്താ? കോപിഷ്ഠരായിരുന്നു, അനുസരണക്കേടിന്റെ മക്കളായിരുന്നു. പിന്നെ പറയണം, നമ്മൾ മരിച്ചവരായിരുന്നു. നമ്മൾ ആരായിരുന്നു? നമ്മൾ മരിച്ചവരായിരുന്നു. മരിച്ചവരെന്ന് പറഞ്ഞാൽ എന്താ? ഒരു മനസാക്ഷി കുത്തുമില്ലാത്തവർ. എന്ത് പാപം ചെയ്താലും ഒരു മനസാക്ഷി കുത്തും നമുക്കില്ലായിരുന്നു. നമ്മളൊക്കെ അങ്ങനെ ആയിരുന്നു. എത്രയോ കൊടികെട്ടിയ പാപങ്ങൾ ചെയ്തിരിക്കുന്നു. ആ പാപത്തിനൊന്നും നമുക്കപ്പോഴൊന്നും പാപം ചെയ്യുന്നതിൽ അതൊരു അന്തസ്സായിട്ടാണ് നമ്മൾ കണക്കാക്കിയിരുന്നത്. അതൊരു അഭിമാനം. എൻ്റെ അച്ഛൻ്റെ കുടുംബത്തിനകത്ത് പണ്ട് 9 ആണുങ്ങൾ 9 സ്ത്രീകളെ കെട്ടിക്കൊണ്ട് വന്നപ്പോൾ ഇവർ വെള്ളവടിയും അടിപിടിയും ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് വരുമ്പോൾ എൻ്റെ അച്ഛൻ്റെ അമ്മ പറയുന്നത്, ആണുങ്ങളാകുമ്പോൾ വെള്ളമടിക്കും, അടിപിടി കൂടും, ചീട്ട് കളിക്കും, അതുകൊണ്ട് നീ ഒന്നും കരയാതെ മിണ്ടാതെ ഇവിടെ കിടക്കാൻ പറയും. എങ്ങനെ? മരുമക്കളോട്. ഹല്ലേലൂയ. അപ്പോ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചവരായിരുന്നു ഞങ്ങൾ എല്ലാവരും. കോപിഷ്ഠർ, അനുസരണക്കേടുള്ളവർ, മരിച്ചവർ, ചെയ്യുന്ന പാപത്തിനെ കുറിച്ച് കുറ്റബോധമില്ലാത്തവരായിരുന്നു നമ്മളെല്ലാവരും. വായിച്ചോ. ഹല്ലേലൂയ. ഫിലിപ്പിയർ 1:9. എന്നാൽ അങ്ങനെയുള്ളവരായ നമ്മളെ ദൈവം തിരിച്ച് പുറത്തു കൊണ്ടുവന്നിട്ട് ദൈവം പറയുന്ന കാര്യമാണ്, നിങ്ങൾ എങ്ങനെ ആയിരിക്കണം? നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട്. നിങ്ങളുടെ സ്നേഹം എന്ത് ചെയ്യണം? നിങ്ങളുടെ സ്നേഹം വർദ്ധിച്ചു വരണം, വിവേകത്തിൽ വർദ്ധിക്കണം. എല്ലാവരും പറഞ്ഞാട്ടെ, അടുത്തൊരു കരം കൊടുത്ത്. മരിച്ചവരായിരുന്നു. എല്ലാവരും പറഞ്ഞു. മരിച്ചവരായിരുന്നു, അനുസരണക്കേടുള്ളവരായിരുന്നു, കോപിഷ്ഠരായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ അതല്ല. പിന്നെ ആരാ നമ്മള്? സ്നേഹത്തിൽ വർദ്ധിക്കണം, വിവേകം വർദ്ധിക്കണം. അടുത്ത് വായിച്ചോട്ടെ. വായിച്ച എഫേസ്യർ 3:19. വിശുദ്ധന്മാരോട് കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണമെന്ന്. പരിജ്ഞാനത്തിൽ നിറയണം. ഹല്ലേലൂയ. നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ ആഗ്രഹം ഇതാണ്. എല്ലാരും പറഞ്ഞോട്ടെ, ഞാൻ ഒരിക്കൽ അനുസരണക്കേടുള്ളവനായിരുന്നു, നിഗളിയായിരുന്നു, അഹങ്കാരിയായിരുന്നു, കോപിഷ്ഠക്കാരനായിരുന്നു, മരിച്ചവനായിരുന്നു. എന്നാൽ എൻ്റെ ദൈവം എന്നെ പരിജ്ഞാനം കൊണ്ടും വിവേകം കൊണ്ടും ദൈവത്തിന്റെ സ്നേഹം കൊണ്ടും ക്രിസ്തുവിലുള്ള സകല കൃപാവരങ്ങളാലും ഫലങ്ങളാലും സഭയ്ക്ക് ഒരു അനുഗ്രഹമാക്കി വെച്ചിരിക്കുന്നു. നിറവിന്റെ നിറവായി ഞാൻ മാറിയിരിക്കുന്നു. എന്തൊക്കെയാണ് നിറഞ്ഞിരിക്കുന്നത്? അടുത്ത എന്തൊക്കെയാണ് നിന്റെ അകത്ത് നിറഞ്ഞിരിക്കുന്നത്? ഹല്ലേലൂയ. പറഞ്ഞു കൊടുക്കുക, എന്തൊക്കെയാണ് നിറഞ്ഞിരിക്കുന്നതെന്ന്. ചിലര് പറയും കോപം കാരണം എനിക്ക് സമാധാനമല്ലോ, കോപം നിറഞ്ഞിരിക്കുന്നു. അനുസരണക്കേട്. അതല്ല. ദൈവമക്കളെ, നിങ്ങളുടെ ഉള്ളിൽ എന്താ നിറഞ്ഞിരിക്കുന്നത്? പറഞ്ഞോട്. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞോട്, നിങ്ങളുടെ അകത്ത് സ്നേഹം നിറഞ്ഞിരിക്കുന്നു. യേശുവിന്റെ സ്നേഹം, യേശുവിന്റെ സമാധാനം, ഐക്യത, പരിജ്ഞാനം, വിവേകം. ഇതാ എന്റെ അകത്തിരിക്കുന്നത്. പറഞ്ഞ, ഇതാ എന്റെ അകത്തിരിക്കുന്നത്. എന്റെ ഉള്ളിൽ ഇപ്പോൾ പഴയ സ്വഭാവം മാറി. ഞാൻ ക്രിസ്തുവിൽ മരിച്ചു, ഞാൻ പുതിയ സൃഷ്ടിയായി. എന്റെ ഉള്ളിൽ ഇപ്പോൾ പകയില്ല, പിണക്കമില്ല, ജാരശങ്കയില്ല, ദന്തപക്ഷമില്ല, വ്യഭിചാരമില്ല, മദ്യപാനമില്ല, ദുർമോഹങ്ങളില്ല. എന്റെ അകത്ത് ദൈവ സ്നേഹം നിറഞ്ഞിരിക്കുന്നു.
യേശുവിന്റെ പരിമള തൈലമായി ഞാൻ മാറിയിരിക്കുന്നു. ഒരിക്കൽ ഇതൊക്കെ ഒരു അഭിമാനമായിരുന്നു. എന്നാൽ അന്ന് ഞാൻ മൃഗങ്ങളെ പോലെ ജീവിച്ചു. എന്നാൽ ഞാൻ ഇന്ന് മൃഗമല്ല, ഞാൻ ദൈവത്തിന്റെ മകനാണ്. ഇവിടെ ഇരിക്കുന്ന നമ്മൾ എല്ലാവരും വിവേകഹീനനായ മനുഷ്യൻ, മൃഗത്തിന് തുല്യൻ. നിങ്ങൾക്കറിയാമോ ഇന്നത്തെ തലമുറയുടെ കഷ്ടം? നിങ്ങൾക്കറിയാം. അതാണ് വക്രതയും കോട്ടവുമുള്ള തലമുറ എന്ന് പറയാൻ എന്താ കാരണമെന്ന് അറിയാമോ? ഇന്നത്തെ തലമുറയുടെ ഏറ്റവും വലിയ അഭിമാനം എന്തെന്നറിയാമോ? എത്ര മണിക്കൂർ കഞ്ചാവ് വലിച്ച് ലഹരി ഉള്ളവനായി ബോധം നഷ്ടപ്പെടാതിരിക്കും, എത്ര കുപ്പി അടിക്കും. ഒരു മരണമുണ്ടെങ്കിൽ, കല്യാണമുണ്ടെങ്കിൽ എവിടെയും കുപ്പി കുപ്പി കുപ്പി. ഹല്ലേലൂയ. പിന്നെ കഞ്ചാവ് ഉണ്ടോ? അതിനൊക്കെ ഓരോ ഭാഷകളുണ്ട്, നമുക്കറിയത്തില്ല. നാക്കിനടിയിൽ ഒട്ടിച്ചു വയ്ക്കുന്ന സാധനം, ഇതൊക്കെ അടിച്ച് വലിച്ച് അങ്ങും ഇഞ്ഞും എത്താത്ത കുറെ ഡ്രസ്സ് വിട്ട് പിന്നെ എരിവില്ല് പോലെ ഇങ്ങനെ ഇരുന്ന് ബൈക്കിൽ ചീറിപ്പാഞ്ഞു പോകുന്ന ആൾക്കാർ. ഹല്ലേലൂയ, സ്തോത്രം. അവർ അതിൽ അഭിമാനിക്കുകയാണ്. എത്ര ലവ് അഫയേഴ്സ് ഉണ്ട്. ഒരു സഭയിൽ വരുന്ന ഒരു പെൺകുട്ടിയെ ഞാൻ കൗൺസിൽ ചെയ്യാൻ വിളിച്ചപ്പോൾ അവിടെ മൊബൈൽ ഫോണിനകത്ത് 100 കണക്ഷനാണ്, 100 ലവ് അഫയർ ഉണ്ട്. 100 പേര് അതിൽ അവൾ അഭിമാനിക്കുകയാണ്. ആരോടും കമ്മിറ്റ്മെന്റ് ഇല്ല, ഒരു മനുഷ്യരോടും കമ്മിറ്റ്മെന്റ് ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര ലവ് അഫെയർ ഉണ്ട്. എനിക്ക് ഇത്ര, അത് കല്യാണം കഴിഞ്ഞവരും കഴിയാത്തവരും അവരൊക്കെ അഭിമാനിക്കുന്ന കാര്യം, എനിക്ക് ഇത്ര അഫെയർസ് ഉണ്ട്, ഇത്ര ബന്ധമുണ്ട്. പലരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് വലിയ പാർട്ടി നടത്തുന്നവരുണ്ട്. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെയുള്ള മൃഗങ്ങൾക്ക് തുല്യമായി ജീവിക്കുന്ന, കഞ്ചാവിന് അടിമപ്പെട്ട, ലഹരിക്ക് അടിമപ്പെട്ട ഇന്നത്തെ പയ്യന്മാരുടെ കയ്യിലെല്ലാം വാളും പിച്ചാത്തിയും പിന്നെ കൊടുവാളും തോക്കുമാണ്. അവർ വെടിവെക്കുന്നു, അവർ കൊട്ടേഷൻ എടുത്ത് കൊല്ലുന്നു, വെട്ടുന്നു. ചില ആൾക്കാർ വാള്, അവരുടെയൊക്കെ പേര് വാളനി എന്നൊക്കെ ഒരു പേരുണ്ട്. കാരണം എന്താണ്? വാളെടുത്ത 30 പേരെയൊക്കെ വെട്ടിക്കൊല്ലും. ഹല്ലേലൂയ. അതിൽ അവർ അഭിമാനിക്കുന്നുണ്ട്. ഞാൻ ആരെന്നറിയാമോ? ഞാൻ വാളനിയാണ്. നമ്മളെ ചർച്ചിൽ ഒരു വാളനിയുണ്ട്, അയാൾ മാനസാന്തരപ്പെട്ടു. ട്രിവാൻഡ്രം സിറ്റിയിൽ ഒരാളിനെ കൈ വെട്ടിയെടുത്ത ആളാ, വാളനി എന്നാണ് പേര്. പക്ഷെ പുള്ളി ഇപ്പൊ രക്ഷിക്കപ്പെട്ട് നല്ല ലീഡറായി നമ്മുടെ നെടുമങ്ങാടുണ്ട്. ഹല്ലേലൂയ. ഇപ്പൊ ഇന്നത്തെ തലമുറയുടെ അഭിമാനം എന്ന് പറയുന്നത്, മാനം എന്ന് പറയുന്നത്, നമ്മൾ ദൈവത്തിന്റെ വചനം പറയുന്ന ലജ്ജിക്കപ്പെടുന്ന കാര്യങ്ങൾ, ഈ ലോകപ്രകാരം നോക്കുമ്പോൾ നമുക്ക് ദൈവമക്കളായി നമ്മൾ ആ വിഷയങ്ങളെ കുറിച്ച് ലജ്ജിക്കുന്ന കാര്യങ്ങളിൽ ഇന്ന് പലരും അവർ അഭിമാനം കൊള്ളുകയാണ്. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെയുള്ളവരുടെ കാലഘട്ടത്തിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങളും അങ്ങനെ ലജ്ജിക്കപ്പെടുന്ന പ്രവൃത്തി ചെയ്യുന്നവരാകരുത്. ഹല്ലേലൂയ. നിങ്ങൾ അതിന് അഭിമാനം കൊള്ളരുത്. ഞാൻ ഇന്ന ആളിനെ കൊന്നു, ഇന്ന ആളിനെ അടിച്ചു. ഇത് അഭിമാനമല്ല. കൊടുത്താൽ കൊല്ലത്തും കിട്ടും. ഹല്ലേലൂയ. ഇന്ന് ഒരാളിനെ നമ്മൾ അടിക്കും, നാളെ അതിനെ നമ്മളെക്കാൾ വലിയവൻ വന്ന് നമ്മളെ അടിച്ചങ്ങ് റെഡിയാകും. അപ്പം അടി കൊടുക്കുന്നതിലല്ല കാര്യം, ഇടി കൊടുക്കുന്നതിലല്ല കാര്യം, ചീത്ത വിളിക്കുന്നതിലല്ല കാര്യം, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിലല്ല കാര്യം. അതിലല്ല നമ്മൾ അഭിമാനിക്കേണ്ടത്. നമ്മൾ അഭിമാനിക്കേണ്ടത് ഞാനൊരു ദൈവ പൈതൽ എന്നുള്ളതില്ല. ഞാനൊരു ദൈവ പൈതലാണ്. എന്റെ അകത്ത് നിറഞ്ഞിരിക്കുന്ന കോപമല്ല, ഈർഷ്യയല്ല, വാഗ്വാദമല്ല, ശണ്ടയല്ല. പ്രൈസ് ദി ലോർഡ്. എന്റെ അകത്ത് ദൈവ സ്നേഹം നിറഞ്ഞിരിക്കുകയാണ്. നമ്മൾ അഭിമാനിക്കേണ്ടത് അതിലാണ്. നമ്മൾ ഡാൻസ് കളിക്കുന്നതിലല്ല അഭിമാനിക്കേണ്ടത്, പാട്ട് പാടുന്നതിലല്ല, പ്രൈസ് ദി ലോർഡ്, നല്ല ഡ്രസ് ഇടുന്നതിലല്ല. ഈ ലോകത്തിൽ നമ്മൾ അഭിമാനിക്കേണ്ടത് മറ്റൊരുവനോട് ക്ഷമിക്കാൻ, പൊറുക്കാൻ, സ്നേഹിക്കാൻ, ഒരു പാപിയെ സ്നേഹിപ്പാൻ, നല്ല കാര്യങ്ങൾ കാണാൻ, പ്രവർത്തിപ്പാൻ, ആരാധനയിൽ വരാൻ, പ്രാർത്ഥനയിൽ വരാൻ. നല്ലൊരു വിശ്വാസിയാണ് ഞാൻ, നല്ലൊരു ദൈവ പൈതലാണ് ഞാൻ. അതിൽ അഭിമാനിക്കണം നിങ്ങൾ. ഇവിടെ ചൊവ്വാഴ്ച ദിവസം മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്. ദേശത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന. കഴിഞ്ഞ 1.5-2 വർഷമായിട്ട് ഒറ്റ ലീഡേഴ്സിന് ഇവിടെ കാണാനില്ല. ആകെ 1-2 പേര്. നമ്മളെ ഷെറിനും ഉണ്ടായിരിക്കും, ആ തോമസ് അങ്കിളും ഉണ്ടായിരിക്കും, നമ്മുടെ പിന്നെ പ്രമീള സിസ്റ്റർ കൃത്യമായിട്ട് വരുന്നുണ്ട്. അവരല്ലാതെ ഒറ്റ എണ്ണ ആദ്യം എല്ലാവരും വരുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ പ്രാർത്ഥനയിലില്ല, പിന്നെ നിങ്ങൾ വേറെ ഒന്നിലും അഭിമാനിക്കരുത്. നിങ്ങൾ ഏൽപ്പിച്ച കാര്യങ്ങളിൽ വിശ്വസ്തരായിരിക്കണം. മധ്യസ്ഥ പ്രാർത്ഥനകൾ, മീറ്റിങ്ങുകളിൽ നിങ്ങൾ കറക്റ്റായിട്ട് വരുമ്പോൾ അതാണ് അഭിമാനം. അതാണ് ഒരു വിശ്വാസിക്ക് ഭൂഷണം, അലങ്കാരം എന്ന് പറയുന്നത്. എന്താണ് അലങ്കാരം? ഞാൻ ഒന്നാമത് കർത്താവിന് വേണ്ടി ജീവിക്കുന്നു. ഇതാണ് നിന്റെ അലങ്കാരം. നിന്റെ അലങ്കാരം യേശുവിന് വേണ്ടി ജീവിക്കുന്ന അലങ്കാരം. നീ ക്രിസ്ത്യാനിയാണെന്ന് പറയുന്നതാ. ഹല്ലേലൂയ. നിന്റെ എല്ലാ പ്രാർത്ഥനകളിലും നിന്റെ മുഖം കാണാം, ഏത് ആരാധനയിലും നിന്റെ മുഖം കാണാം.
ഇല്ലാത്ത സമയം ഉണ്ടാക്കി ഒന്നാമത് യേശുവിന് വേണ്ടി ഓടുന്ന, അതാണ് നിനക്ക് അലങ്കാരം. നിന്റെ കാറ് നിനക്ക് അലങ്കാരമല്ല, നിന്റെ വീട് നിനക്ക് അലങ്കാരമല്ല, നിന്റെ വസ്ത്രം നിന്റെ അലങ്കാരമല്ല, നിന്റെ അലങ്കാരം പൊന്നണിയുന്നതല്ല, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ട് വരുന്നതല്ല, ഈ ലോകപ്രകാരമുള്ള ഒന്നും നിന്റെ അലങ്കാരമല്ല. അതിലല്ല നീ അഭിമാനിക്കേണ്ടത്. നീ അഭിമാനിക്കേണ്ടത് നീ ആത്മീകത്തിൽ, ആത്മീക ലോകത്ത് നീ ആരാണ്, നീ എത്രത്തോളം ആരാധിക്കുന്നുണ്ട്, എത്രത്തോളം ആത്മാക്കളെ കൊണ്ടുവരുന്നുണ്ട്, നീ എത്രത്തോളം മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുന്നുണ്ട്, നിന്റെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം നീ ആർക്കാണ് കൊടുക്കുന്നത്? ഹല്ലേലൂയ. ജാതികളാണ് മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അടിയോടി ശാഠ്യങ്ങളും ആശയും മത്സരങ്ങളും. നമ്മൾ അങ്ങനെ ആകാൻ പാടില്ല. നമ്മൾ ജാതികളല്ല ദൈവമക്കളെ, നമ്മൾ ജാതികളല്ല. ഇത്രയും കഷ്ടപ്പെട്ട് 28 വർഷമായി ഞങ്ങൾ കർത്താവിനെ അറിഞ്ഞിട്ട് ഞങ്ങൾ നടത്തുന്ന നിങ്ങളെപ്പോലെയുള്ള ശുശ്രൂഷകർ ഇവിടെ കൊണ്ടുവന്ന് ആക്കിയിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പറയാനല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ കള്ളപ്രവാചകരാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ നല്ലൊരു പാർശ്വം, നല്ലൊരു അപ്പനുമാണ്, ആത്മീക അപ്പനാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ കുറ്റങ്ങളും കുറവുകളും ഞാൻ കണ്ട് മനസ്സിലാക്കി തിരുത്തി തരുന്നവനാണ് യഥാർത്ഥ ദൈവത്തിൻ്റെ അഭിഷിക്തൻ. അല്ലാത്തവന്മാർ കള്ളന്മാരാണ്. അവർ നിങ്ങളുടെ സ്തോത്രക്കാഴ്ച വാങ്ങിച്ച് അവരുടെ വയറിന് വേണ്ടി ശുശ്രൂഷിക്കുന്ന പാർഷന്മാരല്ല. അങ്ങനെ ആകാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല. കാരണം അതിനു വേണ്ടിയല്ല ഞങ്ങൾ ഇറങ്ങിയത്. ഞങ്ങൾ ഇറങ്ങിയതല്ല, ഞങ്ങൾ ഇറക്കിയതാ ദൈവം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് പലതും പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ ഇഷ്ടപ്പെടത്തില്ലായിരിക്കാം, കുറ്റം പറയുന്നു എന്ന് തോന്നാം. ഇത് കുറ്റമല്ല, അതിനുള്ള അധികാരം എനിക്കുണ്ട്. കാരണം കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തി ഞാനാ പറഞ്ഞു തരേണ്ടത്. നാട്ടുകാർ നാളെ പറയും ഒരു പാസ്റ്ററുണ്ട് അവിടെ, അവൻ മഹാകള്ളനാണ്, അവിടെയുള്ള വിശ്വാസികളെ നിന്ന് പൈസ വാങ്ങിച്ച് അവൻ നല്ല ഡ്രസ്സ് വിട്ട് നല്ല കാറിൽ ചെത്തി നടക്കുകയാണ്, അവിടെയുള്ള വിശ്വാസികൾ ജാതികളെക്കാൾ കഴിപ്പണം കെട്ടവരാണെന്ന് നാളെ നാട്ടുകാർ താഴെ ഇവിടെ ജാതികൾ ബിസിനസ്സുകാരുണ്ട്, ഇവരെയൊക്കെ നിങ്ങളെ നോക്കി പറഞ്ഞാൽ അതിൻ്റെ നാണക്കേട് എനിക്ക്. ഒരിക്കൽ നെടുമങ്ങാട് ചർച്ചിൽ ഞാൻ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ വണ്ടിയിൽ വരുമ്പോൾ കുളവിക്കോണത്ത് വെച്ച് കുറച്ച് സ്ത്രീകൾ പബ്ലിക്കിൽ ഈ സഭയിൽ ഏറ്റവും ഫ്രണ്ടിൽ വന്ന് ആരാധിക്കുന്ന പെണ്ണുങ്ങള് ആരാധന കഴിഞ്ഞിട്ട് ചാട്ടവും ബഹളവും പിന്നെ ചീത്ത പറച്ചിലും കളിതമാശയും പറഞ്ഞ് ബസ് സ്റ്റാൻഡിൽ പോകുന്നത് ഞാൻ കണ്ട് നോട്ട് ചെയ്തു. പിറ്റേ ആഴ്ച ഞാൻ പബ്ലിക്കിൽ അവരെ എഴുന്നേപ്പിച്ച് നിർത്തി. പിന്നെ ജീവിതത്തിൽ ഇന്ന് വരെ അവർ റോഡിൽ ഒരു പബ്ലിക് പരിപാടി നടത്തിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അത് കണ്ടിട്ടും കേട്ടിട്ടും മിണ്ടാതെ അവരെ പേടിച്ചിരിക്കുന്ന പാർഷന്മാരെ ആണെങ്കിൽ അവര് വയറിന് വേണ്ടി ശുശ്രൂഷിക്കുന്നവരാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അല്ലേ? നാളെ നിങ്ങൾ തന്നെ എന്നെ നോക്കി പറയും അവൻ വയറിന് വേണ്ടി നിൽക്കുന്നവരാ. അതാണ് എല്ലാവരും മുഖം നോക്കി പൂശി പ്രസംഗിക്കുന്നത്. പക്ഷേ പൂശി പ്രസംഗിക്കാൻ ശ്രീജുവിനെ കിട്ടത്തില്ല. അതിന് രണ്ടാമത്തെ പിന്നെ വേറെ ആരെങ്കിലും ജനിച്ചു വരണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ കർത്താവിനെ സേവിക്കാൻ ഇറങ്ങി തിരിച്ചവരാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ ഉണ്ടെങ്കിൽ എൻ്റെ സഭ വിശുദ്ധമായ സഭയായിരിക്കണം. ഇവിടെ വരുന്ന ജനം ദൈവ മക്കളായിരിക്കണം. ഇവിടെ വരുന്നവർക്ക് ക്വാളിറ്റി ഉണ്ടാകണം. ഇവിടെ ഉണ്ടാകുന്ന ലീഡേഴ്സിന് ക്വാളിറ്റി ഉണ്ടാകണം. ഇവിടെയുള്ള നിങ്ങളെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിന് ക്ഷീണം എനിക്കാണ്. നിങ്ങളെ മറ്റുള്ളവർ കുറ്റം പറഞ്ഞാൽ അതിന് ഒന്നാമത് ക്ഷീണം നിങ്ങളെ നടത്തുന്ന ദൈവദാസനാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ അഭിഷിക്തന്മാരെ കുറിച്ച് ഇന്നെ ചർച്ചയിൽ പോകുന്ന ഏത് സഭയിൽ പോകുന്നവരാ അത് അവനും പക്ക ജഡമാണ്, ഇതിലുള്ളവനും അവരും ജഡമാണ് എന്ന് എന്നെ പറയൂ, നിങ്ങളെ ആരും പറയത്തില്ല. ഹല്ലേലൂയ. നിങ്ങളുടെ ജോലി സ്ഥലത്ത് ചീത്ത പറഞ്ഞാൽ അങ്ങനെ എത്രയും സംഭവം നടന്നിട്ടുണ്ട്. ആ ജോലിക്ക് കൂടെ പോകുന്ന വിശ്വാസികൾ വന്ന് നമ്മുടെ പറയും, പക്ഷേ ഇവിടുത്തെ ലീഡർ ആ ജോലി സ്ഥലത്തൊന്ന് ചീത്ത വിളിച്ചു. അതെല്ലാം മാറ്റി എടുത്തിട്ടുണ്ട്. വലിയ ഭാരം വേദനയും വിഷമമൊക്കെ തോന്നും. പക്ഷേ നിങ്ങൾ പോകുന്ന ഇടങ്ങളിലും യേശുവിന്റെ സാക്ഷികളായി മാറണം. ദൈവം അതിനാണ് നിങ്ങളെല്ലാവരും വിളിച്ചത്. നമ്മൾ വെറുതെ ഈ കസേരയിൽ വന്നിരുന്ന ആള് കളിക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. നമുക്ക് പോകാൻ ഒരു ഇടമുണ്ട്. നമുക്കൊരു നിത്യത ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒരു അഭിമാനപരമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ, വിശുദ്ധ ജീവിതം നയിക്കുവാൻ, ഈ ലോകപ്രകാരം ജീവിക്കാതെ, ജഡീക പ്രകാരം ജീവിക്കാതെ, ജഡീകന്മാരാകാതെ ആത്മനിറവിൽ വിശുദ്ധിയോടെ ദൈവരാജ്യത്തിനകത്ത് പ്രവേശിപ്പാൻ ദൈവം നമ്മളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ വിളിക്കകത്ത് ഇന്ന് പകൽ നിങ്ങൾ കയറണം. നിങ്ങൾ വിശുദ്ധരാകണം, വിശുദ്ധരാകണം. വിശുദ്ധമായ ദൈവത്തിന്റെ വിളിക്കകത്ത് ഏക മനസ്സുള്ളവരായി, യേശുവിന്റെ ഭാവമുള്ളവരായി, യേശുവിന്റെ ഭാവം ധരിച്ചവരായി, ക്രിസ്തുവിന്റെ ഭാവമുള്ളവരായി, യോനെ പോലെ ആകാതെ, അനുസരണക്കേടിന്റെ ആത്മാവുള്ളവരായി മാറാതെ ഇന്ന് പകൽക്കാലം ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരിക, വിളിയിലേക്ക് മടങ്ങി വരിക, അനുസരണത്തിൽ മടങ്ങി വരിക. എന്നാൽ നീയും നിന്റെ കുടുംബവും ഇന്ന് പകൽ അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ്.